Hi, hello, and welcome to IAS Factors Hindu Newspaper Analysis Daily. കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 30th നവംബർ ആണ്. സോ ഇന്ന് ഡിസംബർ 1 ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 6:30 നിങ്ങൾക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് കാണാൻ പറ്റുന്നതാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോൾ ഇന്നത്തെ മിസ്സിംഗ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇടാൻ പറ്റിയില്ല, ക്ലാസിന്റെ കുറച്ച് തിരക്ക് കാരണം വിധം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പുതിയൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്, ഇന്റർവ്യൂ മെന്റർഷിപ്പ് സീരീസ്. കാരണം ഇനി അടുത്ത മെയിൻസിന്റെ റിസൾട്ട് ഉടനെ വരും. ഈ മന്ത് എൻഡിലേക്ക് നമ്മൾ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻസ് എഴുതിയിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്. എനിക്ക് ഓൾറെഡി കുറെ മെസ്സേജ് വന്നിരുന്നു, കോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ എന്തായാലും ഈ സീരീസ് കാണണം. ഇതിലൊരു ഏകദേശം കുറെ എപ്പിസോഡ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ഇതിന്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നില്ലെങ്കിൽ പോലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ എങ്ങനെയാണ് IAS ഇന്റർവ്യൂവിൽ നടക്കാൻ പോകുന്നതെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ഓഫ് ദ ഡേ. എക്കണോമിക്സിന്റെ ആർട്ടിക്കിൾ വെച്ചിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ വി ഹാവ് ടു ഗെറ്റ് എൻ ഐഡിയ റിഗാർഡിങ് എന്താണ് ഇത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഫോർകാസ്റ്റ് വന്നുകൊണ്ടിരിക്കും. ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയാം Q2 നമ്മുടെ എക്കോണമി തന്നെ നമ്മുടെ ക്വാർട്ടേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോ മാസങ്ങളായിട്ട് ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിൽ തന്നെ നമുക്ക് ഓരോ ക്വാർട്ടേഴ്സ് ആയിട്ടാണ് നമുക്ക് തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ Q1, ഇപ്പോൾ Q2 ഇതിന് വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് Q3, അതേപോലെ Q4 എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിൽ ഇത് വന്നുകൊണ്ടിരിക്കും. പക്ഷേ GDP ഗ്രോത്ത് ഹിറ്റ്സ് 5.4% ആണ് പറയുന്നത്. കാരണം ഓൾറെഡി RBI പറഞ്ഞിരിക്കുന്നത് നമ്മുടെ GDP എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 7.2% ആയിട്ട് വരും. പക്ഷേ ഓൾറെഡി ഉണ്ടായിരുന്ന 6.7% നമ്മൾ അത്യാവശ്യം ഗ്രോ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ 6.7% GDP ഈ പ്രാവശ്യം നോക്കുമ്പോൾ അത് താഴേക്ക് പോയി ഓൾമോസ്റ്റ് 5.4% ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. സോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിങ്ങനെ കൂടിയും കുറഞ്ഞു ഇരിക്കും. ഇപ്പോൾ 5.4%ലേക്കാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. സോ ഇതിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, യു ഷുഡ് നോ വാട്ട് ഇസ് GDP. ഇറ്റ്സ് എ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി ഇൻ ദ ടെറിട്ടറി വിത്തിൻ എ ഡെഫിനിറ്റ് പീരിയഡ്. അപ്പോൾ എന്താണ് GDP എന്നൊക്കെയുള്ളത്, നാഷണൽ ഇൻകത്തിന്റെ കോൺസെപ്റ്റിൽ എന്താണ് GDP, അതേപോലെ GDP കൂടെ തന്നെ GNP എന്താണ് ഈ മാർക്കറ്റ് പ്രൈസ്, ഫാക്ടർ കോസ്റ്റ്, NN, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നാഷണൽ ഇൻകത്തിൽ പോയി പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. GDP എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ്. ആൻഡ് അവിടെ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമുണ്ട്, ഇന്ത്യസ് റിയൽ GDP സ്ലംപ്ഡ് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് അഗെയിൻ എ ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു മീൻ ബൈ റിയൽ GDP? അതെന്താണ് ഇവിടെ ഓൾറെഡി അങ്ങനെ പറയാൻ കാരണം? റിയൽ GDP എന്ന് പറഞ്ഞ GDP മണി വാല്യൂ ഓഫ് ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഇയർ ഇൻ എ കൺട്രി. റിയൽ എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സിനെ നമ്മൾ റാൻഡമായിട്ട് എടുക്കാതെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. കാരണം ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് വാല്യൂ ഓൾറെഡി ഒരു പ്രൈസ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ഇൻഫ്ലേഷനും കൂടെ വരുമ്പോൾ അത് വേറൊരു പ്രൈസായി മാറും. അപ്പോൾ ശരിക്കും യഥാർത്ഥ പ്രൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻഫ്ലേഷനൊക്കെ കൂടെ ആഡ് ചെയ്ത് വരുന്ന പ്രൈസാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ പറയുന്ന റിയൽ GDP ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇൻഫ്ലേഷൻ വിലക്കയറ്റം കൂടെ അതിനകത്ത് അക്കൗണ്ട് ചെയ്തിട്ടാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. സോ GDP ഗ്രോത്ത് റേറ്റ് പറയുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് GVA, ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഞാൻ ആ എക്സാമ്പിൾ തന്ന ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരാൾ ഓൾറെഡി ഒരു ചെയർ ഉണ്ടാക്കാൻ വേണ്ടി, ഞാനൊരു ചെയറിന്റെ എക്സാമ്പിൾ തന്നിരുന്നു. ഒരു ചെയർ ഉണ്ടാക്കാൻ വേണ്ടി വുഡ് എടുക്കുന്നു, ഇത്ര രൂപ വുഡ് എടുക്കുന്നു, ലേബർ എടുക്കുന്നു, അതിന്റെ സ്ക്രൂ എടുക്കുന്നു, അതിന്റെ ബാക്കിയുള്ള ഫ്രെയിം കാര്യങ്ങൾ എല്ലാം എടുത്തിട്ടാണ്, സ്ക്രീൻ ഫ്രെയിം എല്ലാം എടുത്തിട്ടാണ് ഏകദേശം അയാൾക്ക് 1000 രൂപ ചെലവിലാണ് ചെയർ, അയാളുടെ കോസ്റ്റും എല്ലാം വരുന്നത്, ലേബർ ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അയാൾ ആ ചെയർ 5000 രൂപയ്ക്ക് വെക്കുമ്പോൾ നമുക്കറിയാം 1000 രൂപ കഴിച്ചാൽ ബാക്കിയുള്ള 4000 രൂപ അത് പ്രോഫിറ്റ് എന്നല്ല നമുക്ക് പറയാൻ പറ്റുക. അതാണ് അയാൾ ജനറേറ്റ് ചെയ്ത വാല്യൂ, ഗ്രോസ് വാല്യൂ ആഡഡ്. അത്രയും വാല്യൂ അയാൾ ആഡ് ചെയ്തിട്ടുണ്ട്, 4000 രൂപയുടെ വാല്യൂ അത് ആഡ് ചെയ്തിട്ടുണ്ട്. വെരി ട്രിക്കി, പ്രോഫിറ്റും ഇതും ഏകദേശം. പക്ഷേ ഇതിനകത്ത് വേറെ അവരുടെ കോസ്റ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ലേബർ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. ഇനി ഇതേ ആർട്ടിക്കിളിന്റെ ഒരു കണ്ടിന്യൂഷൻ ഇവിടെ നാഷണൽ പേജിലും കൂടെ വരുന്നുണ്ട്. സോ നാഷണൽ പേജിലും ഇതിനകത്ത് വേറൊരു കോൺസെപ്റ്റും കൂടെ പറയുന്നുണ്ട്. സോ യു ഷുഡ് ബി ഹാവിങ് എൻ ഐഡിയ അബൌട്ട് ഇതിനകത്ത് പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ഇതേ കാര്യം നാഷണൽ ന്യൂസിലും വരുമ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പറയുന്ന പോയിന്റ് ആണ്, ഇറ്റ്സ് കോൾഡ് പ്രൈവറ്റ് ഫൈനൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്, PFCEE. എന്താണ് PFCEE എന്ന് പറയുന്നുണ്ട്? PFCE, പ്രൈവറ്റ് ഫൈനൽ, F ആണ്, E അല്ല, PFCE, പ്രൈവറ്റ് ഫൈനൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. ഇതും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എത്രയാണ് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഏത് കോണ്ടെക്സ്റ്റിലാണ് പ്രൈവറ്റ് ആയിട്ട് ഫൈനൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്,
അതും GDP-യുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റും കൂടാണ്. ഉദാഹരണത്തിന് ഈ PFCE എന്താണെന്ന് മനസ്സിലാക്കാൻ ഒറ്റ വാക്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. PFCE പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എക്കോണമി എന്ന് പറയുന്ന വലിയൊരു സ്റ്റോർ ആണെന്ന് വിചാരിക്കാം. നമ്മുടെ ഒരു സ്റ്റോർ, സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു സ്റ്റോർ ആണെന്ന് വിചാരിക്കുക എക്കോണമി. ഒരു ദിവസമോ ഒരു മാസമോ ഒരു വർഷമോ ഈ സ്റ്റോറിൽ നിന്നും എത്രത്തോളം ആൾക്കാർ എന്തൊക്കെ വാങ്ങുന്നുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ ഈ സ്റ്റോർ നല്ലതാണോ അല്ലേന്ന്. ഈ സ്റ്റോറിൽ നല്ല കച്ചവടം ഉണ്ട്, ആൾക്കാർ അത്രയും നന്നായി വാങ്ങുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഏത് തരം സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും, നമുക്ക് ഏകദേശം ആൾക്കാർ എങ്ങനെയാണ് കൺസംഷൻ, എങ്ങനെയാണ് ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത്, എന്താണ് ആൾക്കാർ വാങ്ങുന്നത് എന്നൊക്കെ അറിയുമ്പോൾ നല്ല കൺസംഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം നല്ല രീതിയിൽ ഈ സ്റ്റോർ നടക്കും, അപ്പോൾ എക്കോണമി നല്ലതാവും എന്ന് പറയുന്ന പോലെയാണ് ഈ പ്രൈവറ്റ് ഈ പറയുന്ന ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒരു തരത്തിൽ ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്രത്തോളം കൺസംഷൻ നടന്നു എന്നുള്ളൊരു കാൽക്കുലേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സിവിൽ സർവീസിന്റെ പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ട്രീറ്റി ഡ്രാഫ്റ്റ് ഓവർലുക്സ് കീ ഇഷ്യൂസ് ലിമിറ്റിംഗ് പ്രൊഡക്ഷൻ. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് തന്നെ ഇതിനകത്ത് യു ക്യാൻ ഫൈൻഡ് ഔട്ട് എന്താണ് INC എന്ന് പറഞ്ഞ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഈ INC എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നുണ്ട്. അതിന്റെ 5th വേർഷനാണ് ബുസാൻ സൗത്ത് കൊറിയയിലാണ് നടക്കുന്നത്. അപ്പോൾ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റിയെ കുറിച്ച് ഓൾറെഡി ദർ ഇസ് ഓൾറെഡി ആൻ ഇമ്പോർട്ടൻറ്റ് സെഷൻ ദാറ്റ് ഇസ് ബീൻ ഗോയിങ് ഓൺ. ഓക്കെ, സോ ഇതിൽ ബേസിക്കലി ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി പറയുന്നത് എന്താണ്? They wanted to reduce the plastic consumption and reduce the pollution of plastics. ഈ പൊല്യൂഷൻ കുറയ്ക്കണം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്ത്യയും പറയുന്നുണ്ട്, ഇന്ത്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ലോകരാജ്യങ്ങൾ പ്ലാസ്റ്റിക് പൊല്യൂഷൻ നിർത്തണം. ഇപ്പോൾ ഈ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി അനുസരിച്ച് തന്നെ 2040 ആകുമ്പോഴേക്കും കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് പൊല്യൂഷൻ നിർത്തലാക്കണം എന്ന് പറയുന്നുണ്ട്. സോ ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് വന്ന വാർത്തയിൽ ഇന്ത്യയും ഇതിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. ഇന്ത്യയും ഇതിൽ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളെടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിനോട് പറയുന്നതാണ്, നമ്മുടെ NCQG പോലെ, ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ പോലെ, പ്ലാസ്റ്റിക് പൊല്യൂഷനൊക്കെ ഞങ്ങൾ കുറയ്ക്കാം, പക്ഷേ ഡു വൺ തിങ്, ഐദർ യു ഗിവ് us the technology support, you give us the tech transfer, you give us the support or you give us the fund. ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ടും കൂടെ തരാം ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ. അല്ലാതെ വെറുതെ ഡെവലപ്പിംഗ് കൺട്രീസിന് മുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടെ പരീക്ഷയ്ക്ക് നമുക്ക് നോക്കി വെക്കാം. വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് എ ഹാക്ക്? HAC. ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്, ന്യൂസിലൊന്നും ചിലപ്പോൾ നമ്മൾ ഒരിക്കലും കണ്ടുപിടിക്കാനും പോകുന്നില്ല. ഇതിൽ കണ്ടോ, കോൾഡ് ഹൈ അംബിഷൻ കൊയിലേഷൻ എന്ന് പറഞ്ഞൊരു രാജ്യങ്ങളുണ്ട്. സം കൺട്രീസ് കൊയിലേഷൻ ഓഫ് പസഫിക് ഐലൻഡ് കൺട്രീസ് കോൾഡ് ഹൈ അംബിഷൻ കൊയിലേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ് ഇവിടെ നമുക്ക് നോക്കേണ്ടത്. സോ വാട്ട് ഇസ് ദിസ് കോൺസെപ്റ്റ് ഓഫ് ഹാക്ക് എന്ന് പറയുന്നത്? സോ ഇതെന്ന് പറയുന്നത് ഒരു അസോസിയേഷനാണ്, ഒരു അസോസിയേഷൻ പോലെയാണ്. കമ്മിറ്റഡ്, അതായത് ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി കമ്മിറ്റഡ് ആയിട്ടുള്ള കുറച്ച് രാജ്യങ്ങളാണ്. ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി കമ്മിറ്റഡ് ആയിട്ട് 2014 ഇത് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. ഇത് മൂട്ട് ചെയ്യുന്നത് മാർഷൽ ഐലൻഡ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കാരണം ചെറിയ ചെറിയ ഐലൻഡ്സ് ആണ് ക്ലൈമറ്റ് ചേഞ്ചിന് ഏറ്റവും വളരെയധികം ഇമ്പാക്ട്ഫുൾ. അവരാണല്ലോ ആദ്യം കഷ്ടപ്പെടാൻ പോകുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് വന്ന് മാർഷൽ ഐലൻഡ്സ് പോലത്തെ സ്ഥലങ്ങളായിരിക്കും ആദ്യം നമ്മൾ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നിന്നും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളാണ്. ഇവർ ഭയങ്കര വോക്കലാണ്, ക്ലൈമറ്റ് ചേഞ്ചിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണം എന്ന് വിശ്വസിക്കുന്ന രാജ്യങ്ങളാണ് ഇവരെല്ലാം. അപ്പോൾ ഈ HAC എന്ന് പറഞ്ഞത് കുറേ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ്സ് എ പസഫിക് ഐലൻഡ് കൺട്രീസിന്റെ കൊയിലേഷനാണ്. അപ്പോൾ കുറേ രാജ്യങ്ങളുണ്ട് ഈ ഐലൻഡ്സ് ഒക്കെ, അവരെ വിളിക്കുന്ന പേരാണ് HAC. ഇറ്റ്സ് കോൾഡ് ഹൈ അംബിഷൻ കൊയിലേഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പിന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് റിഡക്ഷൻ ഓഫ്, ഇവർ പറയുന്ന ഒരു കാര്യമാണ് റിഡക്ഷൻ. നമുക്ക് റിഡക്ഷൻ വേണം. ലോകരാജ്യങ്ങൾ പറയുന്നത് എന്തിന്റെ റിഡക്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് പ്രൈമറി പ്ലാസ്റ്റിക് പോളിമർ. സോ പ്രൈമറി പ്ലാസ്റ്റിക് പോളിമറിൽ നമുക്ക് റിഡക്ഷൻ വേണമെന്നാണ്. പ്രൈമറി പോളിമർ അല്ലെങ്കിൽ പ്രൈമറി പോളിമർ പ്ലാസ്റ്റിക്സ്. എന്താണ് ഈ പ്രൈമറി പ്ലാസ്റ്റിക് പോളിമർ അല്ലെങ്കിൽ പ്രൈമറി പ്ലാസ്റ്റിക് പോളിമർ എന്ന് വിളിക്കുന്നത്? എന്താണ് പ്രൈമറി പോളിമർ അല്ലെങ്കിൽ ഇത് എന്താണ് ഈ കോൺസെപ്റ്റ് പ്രൈമറി പോളിമർ പ്ലാസ്റ്റിക്സ്? ഇതാണ് ബേസിക്കലി പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നതിന്റെ മേജർ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ സംഭവം ഇതിന് റിഡക്ഷൻ വേണമെന്ന് ലോകരാജ്യങ്ങൾ പറയുമ്പോൾ സൗദി അറേബ്യ, ചൈന, ഇന്ത്യ ഇതെല്ലാം പറയുന്നുണ്ട്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം മാനുഫാക്ചർ ഓഫ് പോളിമേഴ്സ്, റോ മെറ്റീരിയൽ ഫോർ പ്ലാസ്റ്റിക് ഇസ് എ മേജർ ഇൻഡസ്ട്രി. ഈ പോളിമർ ഇൻഡസ്ട്രി ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമായിരിക്കും,
സൗദി അറേബ്യ, ചൈന, ഇന്ത്യ പറയുന്നത് ഞങ്ങൾക്ക് പറ്റില്ല, ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് വി നീഡ് ആക്സസ് ടു പോളിമേഴ്സ്. Because only when we have access to manufacturing of polymers, we'll have a continuous production, sustained production of plastic. അപ്പോൾ ഇത് പറ്റണമെങ്കിൽ അത് വേണം. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റിയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം, കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു വാർത്ത, ഇപ്പോൾ ഈ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്ന് പറയുന്നതാണ്, ഇപ്പോൾ ആ വാർത്തയിൽ ഇങ്ങനെ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി കിടപ്പുണ്ട്. ഇത് ഇന്നാണ് വന്നതെന്ന് വിചാരിക്കാം. ഇതിങ്ങനെ കഴിഞ്ഞ അടുത്ത 10 ദിവസം 15 ദിവസം ഈ വാർത്ത ഇങ്ങനെ വരും. അപ്പോൾ ഓരോ ദിവസം വരുമ്പോൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്തു വരുന്നത് ഈ ചർച്ചയിൽ. സോ ഇതിങ്ങനെ ഓരോ ദിവസം ഓരോന്ന് വരും. സോ ഫൈനലി നമ്മൾ ഇവിടെ എത്തി നോക്കുമ്പോൾ, ഇവിടെ എത്തുമ്പോഴായിരിക്കും നമുക്ക് ഈ മുഴുവൻ കഥയും മനസ്സിലാവുക. നമ്മളിപ്പോൾ ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ പഠിക്കുന്നുണ്ട്, നമുക്ക് ഓരോ ദിവസം ഓരോ ഡെവലപ്മെന്റ് നമുക്കറിയാം. ഞാൻ ഓരോ ദിവസം ഈ പറയുന്ന കഴിഞ്ഞ പഴയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ഒരു തരത്തിൽ നിങ്ങളത് ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാലും ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. ഇതിനകത്ത് പറയുന്ന മേജർ വാർത്ത ഇതാണ്. പിന്നെ വലിയൊരു പ്രോബ്ലം തന്നെയാണ് ഇപ്പോൾ അടുത്ത സൈക്ലോൺ ഫെങ്കൽ. ഇനിയിപ്പോൾ എത്ര സൈക്ലോണുകളല്ലേ, ഇപ്പോൾ സ്ഥിരം ബേ ഓഫ് ബംഗാളിൽ സൈക്ലോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിനകത്ത് പ്രധാനപ്പെട്ട സൈക്ലോൺ എന്ന് പറയുന്നത് ഫെങ്കലാണ്. സോ വി ഷുഡ് ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ. സൈക്ലോൺ ഫെങ്കലിനെ കുറിച്ചുണ്ട്. ആൻഡ് ബേ ഓഫ് ബംഗാൾ നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തതാണ്. ജോഗ്രഫിക്കലി നമ്മൾ പഠിക്കുമ്പോൾ ഈ വെസ്റ്റേൺ സ്ഥലങ്ങൾ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, താഴേക്കുള്ള തമിഴ്നാട്, അങ്ങോട്ട് ഈ സൈഡിലേക്കുള്ള കോസ്റ്റുകളുള്ള എല്ലാ സ്ഥലം ബേ ഓഫ് ബംഗാൾ. ഇവിടെ നിന്നാണ് ഈ വലിയ ഡിപ്രഷനും സംഭവങ്ങളും ഉണ്ടാകുന്നത്. ഇത് ഈ പറയുന്ന എല്ലാ സ്ഥലത്തേക്കും എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ചോദ്യമാണ് ജോഗ്രഫിയിൽ, എന്തുകൊണ്ടാണ് ഈ ഏരിയ എപ്പോഴും സൈക്ലോൺ പ്രോൺ ആവുന്നത്, ഡിപ്രഷൻ ഫോം ആവുന്നത്? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ എക്സ്ട്രാ ഷെയർ ചെയ്യാം. അവിടുത്തെ വെള്ളത്തിന്റെ വാം ഓഷനാണ്. ഈ വാം ഓഷനാണ് ഒരു കണ്ടീഷൻ സൈക്ലോൺ ഉണ്ടാവാനുള്ളത്. ഈ സ്റ്റൗ ഓർത്താൽ മതി. നമ്മളൊരു സ്റ്റൗ ഒരു പാത്രം, വെള്ളം ചൂടാക്കാനുള്ള പാത്രം നമ്മൾ സ്റ്റൗവിൽ കൊണ്ടുവച്ച് ചൂടാക്കുമ്പോൾ പതുക്കെ ഇങ്ങനെ വെള്ളം ഈ വെള്ളം ഹീറ്റ് ചെയ്യുന്നതുകൊണ്ട്, വാം ആയി ഹീറ്റ് ചെയ്യുന്നതുകൊണ്ട് ആവി പോകുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ അതേ എഫക്റ്റ് ആണ്. എന്നാലും എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്? പിന്നെ ഫെങ്കൽ, ഇപ്രാവശ്യം ആരാണ് ഇത് പേരിട്ടത്? നമുക്കറിയാം ഓരോ സൈക്ലോണിനും ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷനും എസ്കാപ്പ് എന്ന് പറഞ്ഞൊരു ഏജൻസിയും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതിന് പേരിടുന്നത്. ഫെങ്കൽ ഇസ് ആക്ച്വലി ഫ്രം സൗദി അറേബ്യ. സൗദി അറേബ്യ ഇട്ട പേരാണ്. ഇനി അടുത്ത പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വരുമ്പോൾ ലിസ്റ്റിൽ അടുത്ത പേര് ഏതാണോ അത് വരും. അത് കഴിയുമ്പോൾ അടുത്ത പേരുകളുണ്ട്. അപ്പം നമ്മളെല്ലാം പേര് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫെങ്കൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ സൈക്ലോണിന്റെ നെയിമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജോഗ്രഫിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ടേക്ക് ദിസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്, എന്താണ് സൈക്ലോൺസ് എന്ന് കൃത്യമായി പഠിക്കുക. സൈക്ലോണിന്റെ ഐ എന്താണ്, ദി ഐ ഓഫ് ദ സൈക്ലോൺ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എന്താണ്, എവിടെ ഹൈ പ്രഷർ ആണോ ലോ പ്രഷർ ആണോ, ട്രോപ്പിക്കൽ സൈക്ലോൺ എന്താണ്, ടെമ്പറേച്ചർ എന്താണ് ഇതിന്റെ വ്യത്യാസം, എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്താണ്. ഈ സൈക്ലോൺ എന്ന് പറയുന്ന ഏരിയ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് മുഴുവൻ പഠിച്ചോ, കാരണം ചോദ്യം വരാം. അപ്പൊ ഇതൊരു പടം കാണിച്ചാലാണെങ്കിലും ജോഗ്രഫിയിലേക്ക് അതിനകത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. പിന്നെ ഇത് ഇനി ഓൺഗോയിങ് വാർത്തയാണ്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഓൾറെഡി കണ്ടു. അതിനകത്ത് IPS ഓഫീസർ ഓൾറെഡി അവിടുത്തെ പ്രശ്നം ലീഡ് ചെയ്യുന്നുണ്ട്. സാംബാൽ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് കഥ അറിയാം. സാംബാൽ എന്ന് പറയുന്നത് സാംബാൽ ഷാഹി മോസ്ക് UP ഒരു പ്രധാനപ്പെട്ട മോസ്ക് ആണ്. ഇതൊരു 15-16 നൂറ്റാണ്ടിലുള്ള ഒരു പള്ളിയാണ്. ഈ പള്ളിക്ക് അഗേൻസ്റ്റ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുന്നേ, ഈ പള്ളി വരുന്നതിന് മുന്നേ, മുഗൾസ് വരുന്നതിനൊക്കെ മുന്നേ ഇത് ഒരു അമ്പലമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സർവേ ഓർഡർ ഇട്ടിട്ടുണ്ട്. അവർ ഒരു സർവേ നടത്തി അവിടെ അമ്പലമുണ്ടോ എന്ന് തെളിയിക്കണം. അപ്പൊ ഇങ്ങനെ ഇത് കഴിഞ്ഞ ദിവസങ്ങൾ വാർത്ത വന്നു. ഇങ്ങനെ സർവേ വേണമെന്ന് പറയുമ്പോൾ ഹൈക്കോടതി, സുപ്രീം കോടതി, ഈ ലോവർ കോടതിയാണ് അവിടുത്തെ ലോവർ കോടതിയാണ് ഇത് തീരുമാനം എടുക്കുന്നത്. ലോക്കൽ കോർട്സ് ആണ് അവിടുത്തെ തീരുമാനം എടുക്കുന്നത്. ഈ ലോവർ കോടതി പലപ്പോഴും ഈ സർവേ ശരിവെക്കുകയാണ്, ചെയ്തോളാൻ പറയാണ്. അപ്പൊ അങ്ങനെ സർവേ ചെയ്യാൻ പറയുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ, ഇതിപ്പോ പള്ളിയാണോ അമ്പലമാണോ എന്നുള്ള വേർതിരിവും. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 അവിടെ വളരെ പ്രധാനപ്പെട്ട വരുന്നുണ്ട്. ആ പ്ലേസസ് ഓഫ് ഇത് ഈ ആർട്ടിക്കിൾ പറഞ്ഞ പിന്നെ ഈ മൊത്തം ഈ കഥ മനസ്സിലായ പിന്നെ മൊത്തം ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്നൊരു സംഭവം ഉണ്ട്. അതായത് ഓഗസ്റ്റ് 15 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, അന്ന് എങ്ങനെയാണോ ഇപ്പൊ ഒരു മോണുമെന്റ്, ഇതൊരു പള്ളിയാണ്, മുസ്ലിം പള്ളിയാണ്, ഇതൊരു മോസ്കാണ്. ഓഗസ്റ്റ് 15 1947 ഇതൊരു മുസ്ലിം ഒരു മോസ്കാണ് എങ്കിൽ പിന്നെ ഇന്നും അത് മോസ്ക് ആയിരിക്കും. അത് ഫ്രീസ് ചെയ്യാണ്. ആ സിറ്റുവേഷൻ അങ്ങനെ തന്നെ ആയിരിക്കും. അത് പിന്നെ പള്ളിയാക്കി അതിനെ അമ്പലമാക്കാനോ പള്ളിയാക്കാനോ കൺവേർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഈ ഡേറ്റ് അതിനെന്താണോ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. ഇപ്പോൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും മറ്റു കോടതികളിലൊക്കെ ഇതും ചർച്ച വരുന്നുണ്ട്. കാരണം എന്താണ് കോടതി ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ, എല്ലാവരും ഇപ്പോൾ വലിയ പ്രൊട്ടസ്റ്റ് പറയുന്നുണ്ട്, ഒരുപാട് പെറ്റീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വാർത്തയിൽ വേറൊരു വാർത്തയും കൂടെ ഉണ്ട്. ഇങ്ങനെ
പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ജൈൻ, ബുദ്ധിസ്റ്റ്, ഹിന്ദു ഇങ്ങനത്തെ ഒരുപാട് മോണുമെന്റ്സ് ഇൻവേഡേഴ്സ്, ഇസ്ലാമിക് ഇൻവേഡേഴ്സ് മെഡിവൽ ഇന്ത്യ സമയത്ത് വന്ന സമയത്ത് എല്ലാം പൊളിച്ചു മാറ്റില്ലേ. അതിപ്പോൾ ഇന്ത്യയിലെ എല്ലാ മേജർ സാധനങ്ങളും അമ്പലങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാന മോണുമെന്റ്സ് എല്ലാം ഇസ്ലാമിക് സുൽത്താൻമാരുടെ സമയത്ത് അവരതെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് അവർക്ക് തിരിച്ച് റിക്ലെയിം ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത പ്രധാന ചർച്ച ഇനി കുറേ ദിവസം ഇതായിരിക്കും. എങ്ങനെയാണ് പള്ളിയാണോ അമ്പലമാണോ പള്ളിയാണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നതായിരിക്കും. ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്റ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇനി ഒരുപാട് ചർച്ചകൾ വരും ഇതിനകത്ത്. അപ്പൊ ഇന്നും ഒരുപാട് വാർത്തകൾ ഇതിനകത്ത് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൊത്തം കഥ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പിന്നീട് പഠിപ്പിക്കണമെന്നില്ല. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ബാംഗ്ലാദേശിന്റെ ഇഷ്യൂ ആണ്. ബാംഗ്ലാദേശിൽ അടുത്ത പ്രധാനപ്പെട്ട ഇപ്പൊ ബാംഗ്ലാദേശ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് അവിടുത്തെ മൈനോറിറ്റിയുടെ കാര്യമാണ്. മൈനോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഹിന്ദുസ് ആണ്. ബാംഗ്ലാദേശിലും പാകിസ്ഥാനിലൊക്കെ ഹിന്ദുസ് എന്ന് പറയുന്നത് മൈനോറിറ്റി അല്ലേ. ഈ മൈനോറിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ഹിന്ദുസ് ആണ്. അപ്പൊ ഈ അടുത്ത് ഇസ്കോണിലെ ഒരു ഫേമസ് നേതാവിനെ ഒരു സന്യാസിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഈ മൈനോറിറ്റി റൈറ്റ്സ് ഇൻ ബാംഗ്ലാദേശ് പ്രശ്നമാണ്. അവിടെ പറയുന്നുണ്ട് മൈനോറിറ്റീസിന് ഒരു മിനിസ്ട്രി ഇല്ല, മൈനോറിറ്റീസിന് വേണ്ടത്ര സംരക്ഷണത ഒന്നുമില്ല. അപ്പൊ ബാംഗ്ലാദേശ് ഇനി മുതൽ മൈനോറിറ്റി റൈറ്റ്സ്, ഹിന്ദുസ് പോലത്തെ മൈനോറിറ്റീസ് ആയിട്ടുള്ളവരുടെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി അറസ്റ്റ് ചെയ്തത് ഇസ്കോണിന്റെ ലീഡറാണ്, ചിന്മയ കൃഷ്ണദാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. അപ്പൊ ഇതും ഒരു പ്രധാന വാർത്തയായിട്ട് വരുന്നുണ്ട്. എന്തിനാണ് ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതെന്ന് ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇനി ഇന്റർനാഷണൽ ന്യൂസിൽ ഈ വാർത്തയുണ്ട്. ബാംഗ്ലാദേശ് ഇതിന് ഓൾറെഡി വേറൊന്നുമല്ല, എന്തോ ഒരു റിലീജിയസ് റാലിയിൽ ഇസ്കോണിന്റെ ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നൊരു കമ്മ്യൂണൽ ഇസ്കോണിന്റെ ഫ്ലാഗ് ആണോ എന്ന് എനിക്കറിയില്ല, ഒരു ഫ്ലാഗ് ബാംഗ്ലാദേശിന്റെ ഫ്ലാഗിനെക്കാട്ടും മുകളിലിരുന്നു. അപ്പോൾ രാജ്യത്തിന്റെ ഫ്ലാഗിനെക്കാട്ടും കൂടുതൽ ഒരു ഹിന്ദു ഓർഗനൈസേഷന്റെ ഫ്ലാഗ് നിന്നപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കി. ആ കോണ്ടെക്സ്റ്റിലാണ് ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ബ്രിങ്സ് us to a larger question of what is the condition enjoyed by the minorities in Bangladesh. അത് വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ ഇതും ഒരുപാട് വാർത്തയുണ്ട്. ഞാൻ അതിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബാക്കി കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് പ്രധാനമായിട്ടും സിറ്റി വാർത്ത, അത് ഡൽഹി ന്യൂസ് പേപ്പർ ആയതുകൊണ്ടാണ് സ്റ്റേറ്റ് ഇതിനകത്ത് വേറെ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത ഡൽഹി എഡിഷൻ ആയതുകൊണ്ടാണ് ഒരുപാട് വാർത്തകളുണ്ട്. ഇറ്റ്സ് ബൈലാറ്റർ സേസ് തമിഴ്നാട് ഫിഷേഴ്സ് ഇഷ്യൂസ്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട സ്റ്റോറി എന്താന്ന് വെച്ചാൽ, ഓൾറെഡി തമിഴ്നാട്ടിലുള്ള ഒരുപാട് ഫിഷർമാനെ അവർ ഫിഷ് ചെയ്ത് പോകുന്ന സമയത്ത് ശ്രീലങ്കൻ നേവി ഇവർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് വളരെ അടുത്തല്ലേ. അപ്പോൾ ദാറ്റ് ബ്രിങ്സ് us to a larger question of എവിടെയാണ് തമിഴ്നാടും ഇപ്പോൾ നാഗപട്ടണം, അതേപോലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാമേശ്വരം, ആ ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ശ്രീലങ്ക അടുത്താണ്. നമുക്ക് ഈ ഇന്ത്യൻ കോസ്റ്റ് നോക്കുമ്പോൾ ശ്രീലങ്കയുടെ അടുത്ത് നോക്കുമ്പോൾ വളരെ അടുത്താണ്. അപ്പോൾ പാക് സ്ട്രേറ്റ് ഏതാണ്, ഗൾഫ് ഓഫ് പാക് സ്ട്രേറ്റ് എവിടെയാണെന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശ്രീലങ്കയിൽ ഇവർ ഈ തമിഴ്നാട്ടിലെ ഫിഷർമാൻമാർ അറിയാതെ ശ്രീലങ്കൻ വാട്ടേഴ്സിൽ കയറുമ്പോൾ അവിടുത്തെ നേവി ഇവർ അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. ഒരുപാട് ഫിഷർമാൻമാരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബോർഡറും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിന്ന് പോകുമ്പോൾ അറിയാതെ അവർ ഇപ്പം ഇതായിരിക്കും ഇന്ത്യൻ വാട്ടറിന്റെ അതിർത്തി എന്ന് വിചാരിക്കാം. വെള്ളത്തിൽ അങ്ങനെ കര പോലെ ഇങ്ങനെ നമുക്ക് ലാൻഡ് പോലെ വരയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. ഓൾറെഡി അതിന് ഡിമാർക്കേഷൻസ് ഉണ്ടാവാം. ഇപ്പൊ ചിലപ്പോൾ അറിയാതെ ഇവർ വന്ന് ഫിഷ് ചെയ്ത് വരുമ്പോൾ അറിയാതെ ഒരു ശ്രീലങ്കൻ വാട്ടറിലേക്ക് കയറി കഴിയുമ്പോൾ ഉടനെ ശ്രീലങ്കയിലെ കോസ്റ്റ് ഗാർഡ് ഇവർ അറസ്റ്റ് ചെയ്യും. അപ്പൊ ഇത് തമിഴ്നാടും ശ്രീലങ്കയും തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ യൂണിയൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട് ഇത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദിസ് ഇസ് എ ബൈലാറ്ററൽ ഇഷ്യൂ. ഇതൊരു സ്റ്റേറ്റ് ഇഷ്യൂ അല്ല, ഇതൊരു രാജ്യങ്ങൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പ്രശ്നമാണ്. അത് നമ്മൾ തന്നെ, ബിക്കോസ് ഓൾറെഡി ഒരു JWG ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഓൾറെഡി ഒരു ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. സോ അത് നമ്മൾ അതിനകത്തുനിന്ന് വളരെ കൃത്യമായിട്ട് പരിഹരിച്ചോളാം എന്നാണ് പറയുന്നത്. പരിഹരിച്ചാൽ നല്ലത് എന്നാണ് തമിഴ്നാടും പറയുന്നത്. ഇഫ് യു ഡു ഇറ്റ് ദാറ്റ് ഇസ് ഗുഡ്. സോ ഒരുപാട് പരസ്യമുണ്ട്. എനിക്കൊന്ന് പരസ്യങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവുള്ള പത്രമാണ് ഹിന്ദു. മറ്റ് പത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പരസ്യങ്ങളാണ്. അപ്പോൾ പരസ്യം ഇതിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ഹിമാചൽ പ്രദേശും സ്പെഷ്യൽ പാക്കേജ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ അടുത്തുനിന്ന്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും തരണമെന്നാണ് ഹിമാചൽ പ്രദേശ് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി ജമ്മു കശ്മീരിന്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനൊക്കെ പ്രത്യേകം ഇൻഡസ്ട്രി പാക്കേജ് ഉണ്ട്. അത് അവർക്ക് ഒരുപാട് ബാലൻസ്ഡ് ഡെവലപ്മെന്റ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശ് പറയുന്നത് ഞങ്ങൾക്കും വേണം, ഞങ്ങളും ഒരു ഹില്ലി ഏരിയ ആണ്, ഞങ്ങളും എൻവയോൺമെന്റലി ഒക്കെ വളരെ ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഹിമാചൽ പ്രദേശും ചലഞ്ച്ഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ജമ്മു കശ്മീരിന് കൊടുക്കുന്ന പോലെ ഞങ്ങൾക്കും ഇത് തരണം, സബ്സിഡിയും അല്ല ഒരുപാട് സ്പെഷ്യൽ പാക്കേജുകൾ ഞങ്ങൾക്കും തരണം എന്നാണ് ഹിമാചൽ പ്രദേശ് പറയുന്നത്. അപ്പോൾ സ്പെഷ്യൽ സ്റ്റേറ്റ്സിന് ഓൾറെഡി ദർ ഇസ് എ പാക്കേജ് സീൻ ഗോയിങ് ഓൺ. പിന്നെ പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റി കണ്ടോ, ഇത് സൈക്ലോൺ ഫെങ്കൽ, ഞാനിപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സൈക്ലോൺ ഫെങ്കലിന്റെ കാര്യം പറഞ്ഞു, റീജിയണൽ മെട്രോളജിക്കൽ ചെന്നൈ എല്ലാവരും കൂടെ. അപ്പോൾ
പുതുച്ചേരി, തമിഴ്നാട്, എല്ലായിടത്തും ഹെവി അലേർട്ടാണ്. ഇപ്പൊ കുറച്ചും ഒരു സൈക്ലോൺ കഴിഞ്ഞ് തീർന്നിട്ടില്ല. എടന്ന് ആലോചിച്ച് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് ഈ സൈക്ലോൺ വരുന്ന സമയത്ത് നമ്മൾ എന്തോരം ഡിഫിക്കൽട്ടാണ്. അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ അവസ്ഥ ആലോചിച്ച് നോക്കും. കളക്ടർ ആണെങ്കിലും ഇതാണെങ്കിലും എത്ര പേരെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്നില്ല. നമ്മൾ എന്തോരം പേരെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടി വരും, എന്തോരം ക്യാമ്പ്സ് കൊണ്ടുവരേണ്ടി വരും. സോ ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. ഒരു സൈക്ലോൺ വാർണിംഗ് കിട്ടിയ, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ ഇത്ര അധികം ആൾക്കാർ എഫക്റ്റഡ് ആകുമ്പോൾ ഇവരെ മാറ്റി പാർപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റേഷൻ ചെയ്യാന്നുള്ളത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. ഇറ്റ്സ് എ ഹെവി തിങ്. സോ അതും നമ്മൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ അതും കൂടെ കാണാൻ പറ്റണം. പിന്നെ പൊളിറ്റിക്കൽ വാർത്ത, ഇതും അഗെയിൻ UP ഗവർണർ സെറ്റ്സ് എ 3-member ജുഡീഷ്യൽ കമ്മീഷൻ ഫോർ ഇൻവെസ്റ്റിഗേറ്റ് സാംബാൽ വയലൻസ്. അവിടെ ഓൾറെഡി പള്ളിയുടെ പേരിൽ ഇപ്പോൾ ഓൾറെഡി ഈ ഹിന്ദു മുസ്ലിം കാർഡ് കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ കളിക്കുന്നതാണ്, ബ്രിട്ടീഷുകാരോട്ട് കളിക്കുന്ന സാധനമാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ പ്രധാന പ്രശ്നം വന്നു, എല്ലാവരും ഏറ്റെടുക്കുകയാണ്. ഇതിന് വലിയ പാടായിരിക്കും നിർണ്ണയിക്കാനും. ഇനിയിപ്പോ ഓൾറെഡി ഇവിടെ ഒരു കാര്യം, എക്സ്ട്രാ കാര്യം ഇവിടെ പറയാം. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ ബാബറി മസ്ജിദിന് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ആക്ട് തന്നെ 1991 ആണ് പ്ലേസ് ഓഫ്. അപ്പൊ ഇത് എക്സെപ്ഷൻ കൊടുക്കാൻ കാരണം പറയുന്നത്, ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് നിലവിൽ വരുന്നതിന് മുന്നേ ബാബറി മസ്ജിദിൽ ഡിസ്പ്യൂട്ടഡ് ആണ്. ഇങ്ങനെ ഒരു ആക്ട് വരുന്നതിന് മുന്നേ ബാബറി മസ്ജിദിൽ പ്രശ്നമുണ്ടെന്ന് ഡിസ്പ്യൂട്ടഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് അതിനകത്തൊരു എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ വഖഫ് ബോർഡ്, മഹാരാഷ്ട്രയിലും ഇതേപോലെ കുറെ ഇഷ്യൂസ് ഉണ്ട് വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി കൊടുത്തതിലും. അപ്പൊ വഖഫ് ബോർഡ് എന്താണെന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കണം. പിന്നെ കൽക്കട്ട ഫിലിം ഫെസ്റ്റിവൽ ആണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് ഇത്രയും സിനിമകൾ രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മദ്രാസ് ഹൈക്കോർട്ട് റീസ്റ്റോർ ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ്. പഴയ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന OPS എന്നാണ് അദ്ദേഹത്തിനെ എല്ലാവരും വിളിച്ചിരുന്നത്. സോ ഇദ്ദേഹത്തിനെതിരെ ഒരു പഴയ കേസുണ്ട്. പന്നീർസെൽവം OPSനെതിരെ ഒരു കേസുണ്ട്. DA ഉദ്ദേശിക്കുന്ന ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് എന്നാണ്. നമ്മുടെ വരുമാനത്തിനെക്കാട്ടും കൂടുതൽ സ്വത്തുവകൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു തരത്തിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് ആണ്. ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ കേസ് കൊടുത്തതിൽ ഉണ്ടാക്കിയ ഡിസ്പ്രപ്പോർഷനേറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്നും അല്ല, 370% എങ്ങാണ്ടാണ് കൂടുതൽ വരുമാനം ഉണ്ടാക്കിയെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത്തരം കേസുകൾ വരുമ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ, ഈ വിജിലൻസ് കമ്മീഷൻ, വിജിലൻസ്, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. And next important content is regarding the silica mining. NGT asks CPCB to prepare pan-India guidelines. ഈ കുഴിക്കുന്ന പടം കണ്ടോ? ഇങ്ങനെ എന്താണ്? സിലിക്ക ഡസ്റ്റ് ആണ്, സിലിക്കോസിസ് ഉണ്ടാവും. അപ്പോൾ ഈ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ഇത് മൊത്തം പഠിക്കുന്നതിന് മുമ്പേ ഓൾറെഡി NGT എന്താണെന്ന് നിങ്ങൾക്കറിയാം. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആണ്. എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന ഒരു കോടതി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആണ്. ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കാം, NGTക്ക് തീരുമാനങ്ങൾ എടുക്കാം. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഇതുണ്ടോ, ഇതേപോലത്തെ സ്ഥലങ്ങൾ ഉത്തർപ്രദേശിലും ഇവിടെയൊക്കെ ഇതേപോലെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കുഴിച്ച് ഈ സിലിക്ക മൈനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മൈനിങ് ഉദ്ദേശിക്കുന്നത് സിലിക്ക സാൻഡ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇതിനകത്തൊരു വാർത്തയും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം, മൈനിങ്ങിന് ബന്ധപ്പെട്ട കാര്യം. പാൻ ഇന്ത്യൻ ഗൈഡ് ലൈൻസ് ഫോർ സിലിക്ക സാൻഡ് മൈനിങ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സിലിക്ക വാഷിംഗ് പ്ലാന്റ്സ്, രണ്ട് കാര്യത്തിലാണ് ആക്ഷൻ എടുക്കേണ്ടത്, സിലിക്ക സാൻഡ് മൈനിങ്ങും വാഷിംഗ് പ്ലാന്റ്സും. എന്താണ് ഈ വാഷിംഗ് പ്ലാന്റ്സ് ഉദ്ദേശിക്കുന്നത്? സിലിക്ക സാൻഡ് മൈനിങ് എന്ന് പറയുമ്പോൾ ഇത് സാൻഡ് ആയിട്ടാണ് മൈൻ ചെയ്തെടുക്കുക. ഈ സിലിക്ക സാൻഡ് മൈനിങ്, ഈ സിലിക്ക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിലിക്ക സാൻഡ് ആയിട്ടാണ് എടുക്കുന്നത്. ഈ സാൻഡ് ആയിട്ട് മൈൻ ചെയ്തെടുക്കുമ്പോൾ പ്രധാന പ്രശ്നം, ഇത് എടുക്കുന്ന ആൾക്കാർക്ക് അസുഖം വരാം. ഇത് ശ്വസിച്ച് സിലിക്കോസിസ് സംഭവിക്കാം. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ സിലിക്കോസിസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് വരാം. അത് മാത്രമല്ല, പിന്നെ അവിടുത്തെ ഉത്തർപ്രദേശ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും അടുത്തൊക്കെ പറയുകയാണ്, ഈ സിലിക്ക മൈനിങ്ങിനെതിരെ ഒരു ഗൈഡ് ലൈൻ നമുക്ക് കൊണ്ടുവരണം. ഈ സിലിക്ക സാൻഡ് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിനെയാണ് ഈ വാഷിംഗ് പ്ലാന്റ്സ്. ഈ വാഷിംഗ് പ്ലാന്റ്സിലാണ് ഈ സിലിക്കൺ സാൻഡിന്റെ ഇംപ്യൂരിറ്റി കളയുന്നത്. നമുക്ക് കുഴിച്ച് മൈൻ ചെയ്ത് കിട്ടുന്നത് അത്ര ക്ലിയർ അല്ല. അത് ഈ പറയുന്ന വാഷിംഗ് പ്ലാന്റിലൊക്കെ കൊണ്ടിട്ടിട്ടാണ് ഇത് ഇംപ്യൂരിറ്റി മാറ്റിയെടുക്കും, റിമൂവ് ഇംപ്യൂരിറ്റി. ഈ ഇംപ്യൂരിറ്റീസ് ഒക്കെ മാറ്റിയെടുക്കുമ്പോഴാണ് പിന്നെ നമുക്ക് ഈ സിലിക്ക ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് എന്തിനു വേണ്ടിയൊക്കെ ഇത് ഉപയോഗിക്കാം എന്നുള്ളതും കൂടെ, സിലിക്കോസിസ് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സിലിക്കോസിസ് ഒരു ലങ് ഡിസീസ് ആട്ടോ, സിലിക്ക ഡസ്റ്റ് കാരണം. ഈ സിലിക്ക എന്തുകൊണ്ട് ഉപയോഗിക്കാന്ന് വെച്ചാൽ നമുക്ക് ഗ്ലാസിന് ഉപയോഗിക്കാം, ഗ്ലാസിന്റെ മേക്കിങ്ങിൽ ഉപയോഗിക്കാം, ഗ്ലാസ് വയർസിൽ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ സെറാമിക് ഇൻഡസ്ട്രിയിൽ സെറാമിക് ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ ഈവൻ ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസിൽ നമുക്ക് സിലിക്ക ഉപയോഗിക്കാം, ഗ്ലാസ്, സെറാമിക്. പിന്നെ ഈവൻ ഗോൾഫ് കോഴ്സിലെ ഗോൾഫ് കളിക്കുന്ന കോഴ്സിലൊക്കെ അവിടെയും ഇതിന്റെ മണ്ണും ആ കാര്യത്തിനും സിലിക്ക സാൻഡ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളും, സിലിക്ക എന്താണ്, സിലിക്കോസിസ് എന്താണ്, സ്റ്റേറ്റ് പൊല്യൂഷൻ സെന്റർ ഇതൊരു പുതിയ ഗൈഡ് ലൈൻ വരാൻ പോവാണ്, എങ്ങനെ വേണം ഇത് ഉപയോഗിക്കാൻ. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത,
ട്രീ സെൻസസ് വരാൻ പോവാണ്. നമുക്കറിയാം സെൻസസ് എന്ന് പറയുന്ന വാക്ക്, സെൻസസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എത്ര ആൾക്കാരുണ്ട്, ഇനിയിപ്പോൾ പുതിയ സെൻസസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എത്ര ആൾക്കാരുണ്ട് ഒരു സ്ഥലത്ത്, ഇപ്പോൾ കേരളത്തിൽ എത്ര ആൾക്കാരുണ്ട്, കേരളത്തിൽ എത്ര OBC പോപ്പുലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ എത്ര SC/ST പോപ്പുലേഷൻ ഉണ്ട്, എത്ര ജനറൽ കാൻഡിഡേറ്റ്സ് ഉണ്ട്, എത്ര സ്ത്രീകളുണ്ട്, എത്ര ആൾക്കാർ പഠിച്ചവരാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളെല്ലാം നമുക്ക് സെൻസസിലാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മരങ്ങളുടെ സെൻസസ് വേണം എന്നാണ് പറയുന്നത്. ലെറ്റ്സ് ഹാവ് എ ട്രീ സെൻസസ്. ഇത് ഏറ്റവും കൂടുതൽ പറയുന്നത് ഡൽഹിയിലത്തെ പ്രധാനപ്പെട്ട ആക്ട് ആണ്. സോ ഈ ആക്ട് ഇവിടെ ഡൽഹി പ്രിസർവേഷൻ ട്രീ, ഇതാണ് ആക്ട്. ഡൽഹി പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ട് 1994 അനുസരിച്ചിട്ടാണ് നമുക്കൊരു ട്രീ സെൻസസ് എടുക്കാം. എത്ര മരങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക്, കാരണം ഇത് വരാൻ വേണ്ടി വേറെ പ്രധാന കാര്യമുണ്ട്. ഇത് ഓൾറെഡി ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി, ഡൽഹി റിഡ്ജ് എന്ന് പറഞ്ഞൊരു സ്ഥലം, ദ ലങ്സ് ഓഫ് ഡൽഹി, അത്രയും വലിയ മരങ്ങൾ ഈ DDA ഇൻഡയറക്ട്ലി അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണറാണ്. ഈ ലെഫ്റ്റനന്റ് ഗവർണറിന്റെ പെർമിഷൻ കൂടാണ്ടോ എന്താണെങ്കിലും ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി എത്രയോ ആയിരക്കണക്കിന് മരങ്ങൾ മുറിച്ചു മാറ്റി. സുപ്രീം കോടതി ഇത് വളരെ സീരിയസ് ആയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസം ചോദിച്ചിരുന്നു. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇത്രയും മരം മുറിച്ചതെന്ന് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി അടുത്തും ചോദിച്ചു, ലെഫ്റ്റനന്റ് ഗവർണർ അടുത്തും ചോദിച്ചു. അപ്പോൾ ഈ മരം മുറിക്കുക എന്നുള്ളത് ഡൽഹിയിൽ വലിയൊരു പ്രശ്നമായതുകൊണ്ട് ഡൽഹി പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ട് 1994ന്റെ ഭാഗമായിട്ടാണ് ദർ ഇസ് ഗോയിങ് ടു ബി ട്രീ സെൻസസ്. എത്ര മരങ്ങളുണ്ട് എന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്യും. അതുമാത്രമല്ല, ദർ ഇസ് ഗോയിങ് ടു ബി ട്രീ അതോറിറ്റി. കൊള്ളാം അല്ലേ? ഒരു ട്രീ അതോറിറ്റി വരാൻ പോവുകയാണ്. ട്രീ അതോറിറ്റി മാത്രമല്ല, ദർ ഇസ് ഗോയിങ് ടു ബി എ ട്രീ ഓഫീസർ, മരം ഓഫീസർ. അത് രസകരമായിട്ടുള്ള ഒരു പൊസിഷനും കൂടാണ്. ഒരു ട്രീ അതോറിറ്റി വരും. ആൻഡ് യു ക്യാൻ സീ പ്രിസർവേഷൻ ഓഫ് ക്യാപിറ്റൽ ഓഫ് ഡൽഹിയിലാണ്, പിന്നെ ട്രീ അതോറിറ്റി ആൻഡ് ട്രീ ഓഫീസർ. ഇത്രയും കാര്യങ്ങളും കൂടെ അവിടെ വരും എന്നുള്ളൊരു വാർത്തയും കൂടെ നമുക്ക് വരികയാണ്. ഇറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്, റിയലി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അതും പ്രധാനപ്പെട്ട വാർത്തയാണ്. പിന്നെ ഗഗൻയാത്രീസ്, ഓൾറെഡി നമ്മൾ മലയാളികളെല്ലാം ശ്രദ്ധിച്ചതാണ്. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന ആള് ISRO ആസ്ട്രോനോട്ട്സിനുണ്ട്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ Shubhanshu Shukla, Prashant Balakrishnan have been selected for upcoming Axiom 4 mission, International Space Station. നമ്മൾ മാൻഡ് മിഷൻ വിടാൻ പോവാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക്, Axiom 4. This brings us, what is Axiom 4? ജോയിന്റ് ISRO NASA എഫേർട്ട് ആണ്. 2 ഗഗൻയാത്രീസിനെയാണ് Axiom മിഷൻ 4ൽ വിടുന്നത്. ഇറ്റ്സ് കോൾഡ് AX4 അല്ലെങ്കിൽ Axiom മിഷൻ 4. ഇതിനകത്ത് നിന്ന് 2 ഇതിനാൾ വിടുന്നുണ്ട്. അതിന്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി. സോ ദേ ആർ കോൾഡ് ഗഗൻയാത്രീസ്. സോ ഓർത്ത് വെക്കുക, ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല ആൻഡ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ഇതിലേക്ക് പോകുന്നത്, ISSലേക്ക് പോകുന്നത്. സോ വി ഷുഡ് ബി ഹാവിങ് എ ക്ലിയർ കട്ട് ഐഡിയ ഓൺ ദാറ്റ്. അപ്പോൾ അതും ഗഗൻയാത്ര എന്താണെന്നും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. ബാക്കി പരസ്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആലപ്പുഴയിലുണ്ടായ ഒരു കുട്ടിയുണ്ടല്ലോ, മൾട്ടിപ്പിൾ അബ്നോർമാലിറ്റിയിലുണ്ടായ ആ കുട്ടിയെക്കുറിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തെങ്കിൽ പോലും. പിന്നെ മറ്റു വാർത്തകൾ, പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റിക്കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ചെറിയ വാർത്തയാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമുണ്ട്. JNK ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ സാക്ഡ് ഗവൺമെന്റ് വർക്കേഴ്സ് ഫോർ ആന്റി നാഷണൽ ആക്ടിവിറ്റി. ലെഫ്റ്റനന്റ് ഗവർണർ അവിടെ തീരുമാനം എടുത്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ, ഫോർ ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് ആസ് പെർ ദ റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ സെക്യൂരിറ്റി ഏജൻസീസ്. ആൻഡ് ഇവിടെ ഗവർണർ ഇറക്കിയത് പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഇറക്കി കളിച്ചു. ആർട്ടിക്കിൾ 311, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആർട്ടിക്കിൾ 311ന്റെ വളരെ പ്രസക്തമായ ആർട്ടിക്കിൾ 311ന്റെ ക്ലോസ് 2C എന്ന് പറയുന്ന സെക്ഷനാണ് ഇറക്കിയിരിക്കുന്നത്. ഇത് ഓൾറെഡി ടെറർ ആക്ടിവിറ്റി, ആന്റി നാഷണൽ ആക്ടിവിറ്റിയിലേക്ക് ബന്ധപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ആർട്ടിക്കിൾ ഇത്രേ പറയുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജസ്റ്റ് ഇങ്ങനെ 312 ഇറക്കി അല്ലെങ്കിൽ 312 ഉപയോഗിച്ചു, ആർട്ടിക്കിൾ 311 ഉപയോഗിച്ചു, ടു ഗവൺമെന്റ് എംപ്ലോയീസ് ഫോർ ആന്റി നാഷണൽ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കണം എന്താണ് 311 എന്നുള്ളത്. സോ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് 311 എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഒരു സേഫ് ഗാർഡാണ്, സിവിൽ സർവൻസിനുള്ള സേഫ് ഗാർഡാണ്. സിവിൽ സർവൻസ് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന IAS IPS മാത്രമല്ല കേട്ടോ, മൊത്തം സിവിൽ സർവീസുകാർ സിവിൽ സർവൻസിനുള്ള ഒരു സേഫ് ഗാർഡാണ്. എന്താണ് ഈ സേഫ് ഗാർഡ്? ആർബിട്രറി ആയിട്ട് ഡിസ്മിസലോ റിമൂവലോ പാടില്ല എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനാണത്. ഒരു സിവിൽ സർവൻറ്റിനെ ആർബിട്രറി ആയിട്ട് തോന്നിയ പോലെ ഡിസ്മിസ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഒന്നും പാടില്ല എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട അതാണ് 311. അതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് 311 ക്ലോസ് 2 ക്ലോസ് C എന്ന് പറയുന്ന സെക്ഷനിൽ പ്രസിഡന്റിനും, അവിടെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, പ്രസിഡന്റിനും ഗവർണർക്കും അധികാരമുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഇതേപോലത്തെ സെൻട്രൽ ഗവൺമെന്റ്, ഇതേപോലത്തെ സിവിൽ സർവൻസോ ഇങ്ങനത്തെ ഓഫീസേഴ്സ് എന്തെങ്കിലും കാരണവശാൽ ഒരു രാജ്യത്തിന്റെ അഗേൻസ്റ്റ് ആന്റി നാഷണൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയാണെങ്കിൽ
ഒരു എൻക്വയറി പോലും ഇല്ലാണ്ട്, വിത്തൗട്ട് ഈവൻ ആൻ ഇൻക്വയറി, ദേ ക്യാൻ ആക്ച്വലി ഗവർണർ ആൻഡ് പ്രസിഡന്റ് ക്യാൻ എക്സ്പെഡീറ്റ്. അവർക്ക് വേണമെങ്കിൽ ഇവരെ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ സാക്ക് ചെയ്യാം. ഡെഫിനറ്റ്ലി ഇവർ അങ്ങനെ തോന്നിയ പോലെ കളഞ്ഞാലും ഇവർക്ക് ഇനിയിപ്പോൾ ഓഫീസേഴ്സിനെ സാക്ക് ചെയ്ത് കളഞ്ഞു, സാക്സ് അവരെ കളഞ്ഞു, എന്ത് ചെയ്യും? അവർക്ക് മുകളിൽ കോടതി പോവാം. അതിനാണല്ലോ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉണ്ട്, അത് കഴിഞ്ഞ് ഹൈക്കോടതി പോവാം, സുപ്രീം കോടതി പോവാം, എന്ത് വേണോ പോവാം. പക്ഷേ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. പ്രസിഡന്റിനോ ഗവർണറിനോ ഇങ്ങനെ ഒരു ആന്റി നാഷണൽ ആക്ടിവിറ്റി വന്നാൽ സിവിൽ സർവൻസിനെതിരെ വേണമെങ്കിൽ ഒരു മൂവ് എടുക്കാൻ പറ്റും. ദാറ്റ് ഇസ് ആർട്ടിക്കിൾ 311 ക്ലോസ് 2C. മറ്റേത് 311 അത് സേഫ് ഗാർഡ് ആണ് സിവിൽ സർവൻസിന്. അപ്പോൾ ഇങ്ങനത്തെ ആർട്ടിക്കിൾ വരുമ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഈ ആർട്ടിക്കിളാണ്, പ്രൊവിഷനാണ്, വിച്ച് ഡസ് നോട്ട് റിക്വയർ എ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി. ഇത് സിവിൽ സർവൻസ് എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിനകത്ത് കണ്ടോ, സ്കൂൾ ടീച്ചർ ഫ്രം കുൽഗാൻ ആൻഡ് എ ഫാർമസിസ്റ്റ്. ഇപ്പൊ പലപ്പോഴും ഗവൺമെന്റ് എംപ്ലോയീസ്, നമ്മൾ സിവിൽ സർവൻസ് എന്ന് മാത്രം പറയുമ്പോൾ നിങ്ങൾ ഇനി വിചാരിക്കും IAS IPS മാത്രമാണ്. ഗവൺമെന്റ് എംപ്ലോയീസിനെ, അതായത് ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന, സോ എപ്പോഴും സിവിൽ സർവീസ് എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ, ഇപ്പൊ ഗവൺമെന്റിന്റെ കൂടെ സർവീസ്, പബ്ലിക് സർവീസ് സെർവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതിലുള്ള ആൾക്കാരെ വേണമെങ്കിൽ ഗവൺമെന്റിന് ഇതേപോലെ റിമൂവ് ചെയ്യാം, ഗവർണർക്ക് റിമൂവ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി ഇത് ഓഫീസർ ആണെങ്കിൽ അത് വേറെ കാര്യമായിരിക്കും, ഒറിജിനൽ ഓഫീസർ ആയിരുന്നെങ്കിൽ അത് വേറെ ട്രിബ്യൂണൽ ഉണ്ട്. ഇനി അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു എൻക്വയറി പോലും ഇല്ലാതെ 311 വെച്ചിട്ട് ഗവർണർക്കോ പ്രസിഡന്റിനോ വേണമെങ്കിൽ ആക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. റീസ്റ്റോർ ലോൺസ് ഫ്രം നബാഡ്. എന്താണ് നബാഡ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഈ ബാങ്ക് കുറെ ഷോർട്ട് ടേം ലോൺ കൊടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ അത് ഇടയ്ക്ക് വെച്ച് കുറച്ചു. ഇനിയും അത് കൊടുക്കാനാണ് പറയുന്നത് ഗവൺമെന്റ്. ഇത് പറയുന്നത് നബാഡ് ഇനിയും ലോൺ കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ആർട്ടിക്കിൾ ക്ലിയർ അല്ലേ? 311 ഓർത്ത് വെക്കുക. 311 300 ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വേണമെങ്കിൽ ഇതേപോലെ റിമൂവ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് പ്ലീസ് റിമെമ്പർ ദാറ്റ്. ആൻഡ് പിന്നെ പ്രധാനപ്പെട്ടത് പൊളിറ്റിക്കൽ എഡിറ്റോറിയൽസിൽ ഞാൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവാം. ഇത് ഒനോസ് ബിട്ടൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഡിറ്റോറിയൽ തന്നെയാണ്. ഇത് വേറൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള ചർച്ചയുണ്ട്. റിസർച്ച് പേപ്പർ, ഇറ്റ്സ് കോൾഡ് ഒനോസ്. എന്താണ് ഈ ഒനോസ് എന്നുള്ളതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇറ്റ്സ് കോൾഡ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. ഈ PhD ചെയ്യുന്നതും റിസർച്ച് സ്കോളേഴ്സിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി റിസർച്ച് പേപ്പേഴ്സ് വായിക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ കോസ്റ്റ് ഭയങ്കരമല്ലേ. നമുക്ക് ഇത്രയും വലിയ ഓരോ റിസർച്ച് മാഗസീൻ്റെയും ജേർണൽസിന്റെ ഒക്കെ സബ്സ്ക്രിപ്ഷൻ ഫീ ഒക്കെ ഭയങ്കര സബ്സ്ക്രിപ്ഷനാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് താല്പര്യമുള്ള, പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വലിയ ക്വാളിറ്റി റിസർച്ച് മെറ്റീരിയൽ ഒന്നും നമുക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ല. ഗവൺമെന്റ് പുറക്കുന്ന പുതിയ പ്രോഗ്രാമാണ് ഒനോസ്, അല്ലെങ്കിൽ വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. ഇത് ആദ്യം ഇറ്റ് ഇസ് പ്രൊപ്പോസ്ഡ് ഇൻ ദ കൺട്രീസ് നാഷണൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി. ഈ നാഷണൽ സയൻസ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസിയിലാണ് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. പ്രിലിംസിന് പരീക്ഷയ്ക്ക് ചോദിക്കാം ഒനോസ് എന്താണ്. നാഷണൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇത് ആദ്യമായിട്ട് വന്നത്. സോ ഇതിൽ ജേർണൽസ് ആക്സെപ്റ്റ് ആൻഡ് പബ്ലിഷ് പേപ്പേഴ്സ് സബ്മിറ്റഡ് ചാർജ് ദോസ് ഹു വാണ്ട് ടു റീഡ് ദം ഫീ. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ക്യാൻ സബ്സ്ക്രൈബ് ടു ദീസ് ജേർണൽ, നോ സ്കോളേഴ്സ് ക്യാൻ അവൈൽ ദ പേപ്പർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇനി ഗവൺമെന്റ് ഇത് വാങ്ങിക്കും, നമുക്കിത് ഉപയോഗിക്കാം. പക്ഷേ ഇതിനകത്ത് കുറേ നെഗറ്റീവ് പറയുന്നുണ്ട്. ഗവൺമെന്റ് ഇത് വാങ്ങിച്ച് ഇത് ഉപയോഗിക്കുമ്പോഴും പ്രധാനപ്പെട്ട പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഈ പബ്ലിക് ആയിട്ടുള്ള ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്നവർക്ക് മാത്രമേ ഈ ആക്സസ് ഇപ്പോൾ പറയുന്നുള്ളൂ. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അവിടെ പഠിക്കുന്നവർക്ക് പഠിക്കണ്ടേ? ഈ പറയുന്ന പ്രധാനപ്പെട്ട റിസർച്ച് ഡോക്യുമെന്റ്സ് വായിക്കണ്ടേ? അപ്പോൾ എത്രയോ പൈസയാണ് ഓരോ ജേർണൽസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു, ഈ എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ ഒനോസ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിനെ. കാരണം ഇവർ ചോദിക്കുകയാണ്, ഇതൊരു മാഗസീനാണ്, ഒരു ജേർണലാണെന്ന് വിചാരിക്കുക. ഈ ജേർണലിന് എന്താണ് ഉത്തരവാദിത്തം? ഏതെങ്കിലും രണ്ടാൾക്കാർ എയും ബി എന്ന് പറയുന്ന രണ്ടാൾക്കാർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ റിസർച്ച് ചെയ്യുന്നത്. അവരുടെ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഇതൊക്കെ അവർ കണ്ടുപിടിച്ചിട്ട് ഇവർ ഒരുപാട് പൈസയും എഫേർട്ടും എടുത്തിട്ടാണ് ഇവർ ഈ ജേർണലിൽ വെറുതെ ഇത് കൊണ്ടിടും. ഈ ജേർണൽ ഇതിനകത്ത് പറയുന്നുണ്ട് വളരെ നന്നായിട്ട് ജേർണൽ നല്ല എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയാക്കി ആൾക്കാരിലേക്ക് ഇത് എത്തിക്കും. ശരിക്കും ജേർണലിന് എന്ത് ജോലിയാണ് അവിടെ ഉള്ളതെന്നില്ലേ? അപ്പൊ ശരിക്കും ഈ പറയുന്ന റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തൂടെ? അപ്പൊ എല്ലാവർക്കും വായിച്ചൂടെ? എന്തിനാണ് ഈ ജേർണൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നും കൂടെ ചോദിക്കുന്നുണ്ട്. ആൻഡ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒനോസ് എന്ന് പറഞ്ഞ സംഭവം വന്ന് ഗവൺമെന്റ് ഈ ജേർണൽസിന് പൈസ കൊടുക്കുമ്പോൾ ഒരു തരത്തിൽ ഗവൺമെന്റ് ഈ ജേർണൽസിന് ഒരുപാട് പൈസ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ. അല്ലാതെ വേറെ ഈ പറയുന്ന റിസർച്ച് ഡോക്യുമെന്റ്സ് സാധാരണക്കാരിലേക്കും പഠിക്കുന്ന ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതല്ലേ ഗവൺമെന്റ് ആലോചിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ പറയുന്നുണ്ട് പല ഗ്രീൻ മെമ്പർഷിപ്പ്, ഡയമണ്ട് മെമ്പർഷിപ്പ്, ഓപ്പൺ ആക്സസ് ഒക്കെ ഫ്രീ ആക്കി വെച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. അത് ശരിക്കും
ജേർണൽസ് ഇല്ലാതെ ഫ്രീ ആയിട്ട് വായിക്കാമല്ലോ. ഗവൺമെന്റ് ഇതെല്ലാം കൂടെ ഒരു പോർട്ടൽ ഉണ്ടാക്കി ഈ കാണുന്ന റിസർച്ച് പേപ്പേഴ്സ് എല്ലാം ഗവൺമെന്റിൽ ഫ്രീ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും വായിച്ചൂടെ? അപ്പോൾ അതും ഒരു ചോദ്യമാണ്. അപ്പോൾ ഒനോസ് ഓർത്തിരിക്കുക, 1 നേഷൻ 1 സബ്സ്ക്രിപ്ഷൻ. പിന്നെ ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് വാർത്തയാണ്. വേറൊന്നുമല്ല, ലിബറൽസ് ആർട്ട് ഡിഗ്രീസിന് വിലയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വെയ്പ്പ്. ഈ ലിബറൽ ആർട്സ് ഡിഗ്രിക്ക് ഇപ്പൊ US-ലും അവിടെയൊക്കെ കുറെയൊക്കെ വിലയില്ല, അല്ലെങ്കിൽ കുറച്ച് വളരെ എലീറ്റ് ആയിട്ടുള്ള ആൾക്കാർ മതി. ലിബറൽ ആർട്സ് എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചർ, ലാംഗ്വേജ്, ഹിസ്റ്ററി, ആന്ത്രപ്പോളജി, സോഷ്യോളജി, അങ്ങനത്തെ ആർട്സ് സബ്ജക്റ്റുകൾ ആർക്കും വേണ്ട എന്നാണ് പറയുന്നത്. ഇപ്പൊ US-ലാണെങ്കിൽ പോലും അതിനൊരു കുറവ് വന്നിട്ടുണ്ട്, ഒരു ഇടിവ് വീണിട്ടുണ്ട്. അല്ലെങ്കിൽ വളരെ എലീറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അത് പഠിക്കുന്നത്. കാരണം പൊതുവേ ആർട്സ് സബ്ജക്ട് പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എവറിബഡി ഈസ് ഫോക്കസിങ് ഓൺ പ്രൊഫഷണൽ കോഴ്സസ്. പെട്ടെന്ന് ജോലി കിട്ടാൻ എഞ്ചിനീയറിംഗ്, സ്റ്റെം, മെഡിസിൻ, മാത്തമാറ്റിക്സ്, അങ്ങനെ ജോലി സാധ്യതകൾ ഭയങ്കരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ച് ഈ ആർട്സ് പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇന്ത്യയിലെ അവസ്ഥയും പറയുന്നുണ്ട്. ഇന്ത്യയിലും ഭയങ്കര ഫിക്സേഷൻ പറയുന്നുണ്ട്. എഞ്ചിനീയറിംഗ്, മെഡിസിൻ, പെട്ടെന്ന് ജോലി കിട്ടുന്ന കോഴ്സുകൾ പഠിക്കുന്നതാണ്. ഈ ആർട്സ് ഡിഗ്രി, ലിബറൽ ആർട്സ് പഠിക്കുന്നവർക്കൊന്നും ഒരു പണിയില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ ഈ ഒരു വൈസ് ചാൻസലറാണ് ഇവർ പറയുന്ന കാര്യം അങ്ങനെയല്ല. ആർട്സ് പഠിച്ചാലും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മളെ സപ്ലിമെന്റ് ചെയ്യാനുള്ള സ്കിൽസ് നമുക്ക് ലിബറൽ ആർട്സിലൂടെ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് നിർമ്മല റാവു, വൈസ് ചാൻസലർ, ക്രിയ യൂണിവേഴ്സിറ്റി പറയുന്നത്. അപ്പം അതിൽ ഇങ്ങനത്തെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത്. ഇതാണ് ഇതിന്റെ ബേസിക് കഥ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട, ഞാൻ എല്ലാത്തിൻ്റെ മേജർ കഥ മാത്രം പറഞ്ഞതിന് കാരണം അത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ ഇതിനകത്ത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇതിനകത്ത് ഷെയർ ചെയ്യാം. ഇന്ത്യൻസ് നീഡ് ടു ഷെയർ കോൺട്രാസെപ്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ഈ ജെൻഡർ ന്യൂട്രൽ മാൻ ആൻഡ് വിമൻ ഇക്വാലിറ്റി ഒക്കെ സംസാരിക്കുമ്പോൾ ഇതിൽ പറയുന്നുണ്ട് സ്റ്റെറിലൈസേഷൻ, പോപ്പുലേഷൻ മെഷർ കൺട്രോൾ ചെയ്യാൻ സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഈ സ്റ്റെറിലൈസിറ്റി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇതിൽ പറയുന്നത് കോൺട്രസെപ്റ്റീവ് റെസ്പോൺസിബിലിറ്റി എടുക്കണം എന്നാണ് പറയുന്നത്. ഈ ആർട്ടിക്കിളിന്റെ മെയിൻ കാര്യം സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഫാമിലി പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പൊ മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്, സ്ത്രീയും പുരുഷനും ഒരേ പങ്കാണെന്നാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും പോപ്പുലേഷൻ കൺട്രോൾ മെഷറായിട്ടും അല്ലെങ്കിൽ പ്രഗ്നൻസി നിർത്താൻ വേണ്ടി നമ്മൾ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ ഫീമെയിൽസ് ആണ് ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ആണുങ്ങൾ ഇല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ വാസക്ടമി പോലത്തെ ആണുങ്ങൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് വളരെ കുറവാണ്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. സോ ദ ബർഡൻ ഓഫ് ഫാമിലി പ്ലാനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ ഇസ് സോൾലി റെസ്റ്റിംഗ് വിത്ത് ദ ഫീമെയിൽസ് ആൻഡ് നോട്ട് വിത്ത് ദ മെയിൽസ് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അത് ജെൻഡർ ഇക്വാലിറ്റി ആണെങ്കിൽ ആണുങ്ങളും ഇതിനു വേണ്ടി സ്റ്റെറിലൈസേഷൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലാതെ സ്ത്രീകൾ മാത്രം ഇത് ചെയ്യുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. ബാക്കി ഇതിൽ പറയുന്നുണ്ട് മെയിൽ സ്റ്റെറിലൈസേഷൻ, എസ്പെഷ്യലി യൂസ് ഓഫ് മെയിൽ സ്റ്റെറിലൈസേഷൻ ഇൻ ദ ലാസ്റ്റ് 3 decades ഇസ് ഡിക്രീസിങ് ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ്. എല്ലാ സ്റ്റേറ്റിലും കുറഞ്ഞു വരികയാണ്. സ്ത്രീകളാണ് കൂടുതലും ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഇതിന് ഓൾറെഡി ഉള്ള ഇൻക്രീസ്ഡ് വാസക്ടമി. അപ്പൊ എന്താണ് ഈ വാസക്ടമി എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്താണ് ഈ വാസക്ടമി? പല രാജ്യങ്ങളിലും കൂടുന്നുണ്ട്, അതായത് ബെറ്റർ ആവുന്നുണ്ട്. ബ്രസീലിലെ വാസക്ടമി ഇൻക്രീസ് ചെയ്തു. അതേപോലെ ഓരോ ഭൂട്ടാൻ, ബ്രസീൽ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ, സൗത്ത് കൊറിയ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് മെൻ ആർ മോർ ലൈക്ലി ടു ഷോൾഡർ കോൺട്രാസെപ്റ്റീവ് റെസ്പോൺസിബിലിറ്റീസ് ആർ റിസൾട്ട് ഓഫ് പ്രോഗ്രസീവ്. ഈ പറയുന്ന രാജ്യങ്ങൾ പറയുന്നുണ്ട്, അതായത് സൗത്ത് കൊറിയ, ഭൂട്ടാൻ, ബ്രസീലിൽ, ഇവിടെയൊക്കെ കൂടുതലും ആണുങ്ങളാണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സും സർജറി ഒക്കെ ചെയ്യുന്നത് സ്ത്രീകളെക്കാട്ടും കൂടുതൽ. പക്ഷെ ഇന്ത്യയിൽ എന്താണെന്നറിയില്ല, ഇപ്പോഴും സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അത് തെറ്റാണ്. ആണുങ്ങളും കൂടെ ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി എടുക്കണം എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. സോ നോ വാട്ട് ഈസ് സ്റ്റെറിലൈസേഷൻ, എന്തിനാ ചെയ്യുന്നത്, വാട്ട് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് വാസക്ടമി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഗ്രൗണ്ട് സീറോ കണ്ടോ, ഫുൾ ആർട്ടിക്കിൾ സംഭാലാണ്. അവിടുത്തെ പള്ളി അമ്പലമാക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ പള്ളി അമ്പലമാക്കണോ, അല്ലെങ്കിൽ പള്ളി അമ്പലമായിരുന്നോ എന്നൊക്കെ വെരിഫൈ ചെയ്യുന്ന വാർത്തകളാണ്. ഇത് ഫുൾ അതിന്റെ ഇഷ്യൂ ആണ് കാണിക്കുന്നത്, അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ഇന്ത്യൻ ഗവൺമെന്റ് ഇസ് നോട്ട് പാർട്ട് ഓഫ് അദാനി ഗ്രൂപ്പ്. ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇന്ത്യൻ ഗവൺമെന്റ് ഇസ് നോട്ട് പാർട്ട് ഓഫ് അദാനി ഗ്രൂപ്പ് ഡിസ്കഷൻ. അതായത് ഓൾറെഡി ചർച്ച നടക്കുന്നുണ്ട് ഇന്ത്യയും. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം US ഹാസ് ഇനിഷ്യേറ്റഡ് ആൻ ഇൻഡക്ട്മെന്റ് അഗെയിൻസ്റ്റ് അദാനിക്കെതിരെ പറയുന്നുണ്ട്. അദാനി ബ്രൈബറി കൊടുക്കുന്നുണ്ട്. അദാനി ഒരുപാട് ലക്ഷം കണക്കിന് കോടി രൂപയാണ്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപയാണ് അദാനി കൈക്കൂലി കൊടുത്തത് ഇന്ത്യയിൽ. അപ്പോൾ ഓൾറെഡി US കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കേസ് എടുക്കുമ്പോൾ ഇന്ത്യ പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ആ കേസിന്റെ ഭാഗമല്ല എന്നാണ് ഇന്ത്യ പറയുന്നത്. കാരണം അവിടെ നമുക്ക് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വി നീഡ് ടു
ഹാവ് എ ഗുഡ് ഐഡിയ റിഗാർഡിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഒന്ന്, ഇതിനകത്ത് പറയുന്ന ഒരു പ്രൊവിഷൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ്സ് കോൾഡ് എംലാറ്റ്. എന്താണ് ഈ എംലാറ്റ്? മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് ഇൻ ക്രിമിനൽ മാറ്റർ. മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ്, ഇതാണ് എംലാറ്റ്. മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് ട്രീറ്റിയാണ് മ്യൂച്വൽ ലീഗൽ എംലാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് ട്രീറ്റി, അതായത് രണ്ട് രാജ്യങ്ങൾ US-ഉം ഇന്ത്യയും എംലാറ്റിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ജൂറിസ്ഡിക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ലീഗൽ അസിസ്റ്റൻസ് എടുക്കാം, തെളിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം. അപ്പോൾ US-ഉം ഇന്ത്യയും അങ്ങോട്ടും ഇങ്ങോട്ടും എംലാറ്റ് ഉണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യ ആൻഡ് US സൈൻ ദ ട്രീറ്റി. ഇന്ത്യയും US-ഉം ഇത് സൈൻ ചെയ്തിട്ടുണ്ട്. എംലാറ്റ് എന്ന ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ട്, മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് ട്രീറ്റി. എന്തെങ്കിലും ഒരു കേസ് വന്നാൽ, ഇപ്പോൾ അദാനിയുടെ കേസിന് എടുത്താൽ എന്തെങ്കിലും ഒരു കേസ് വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഷെയറിംഗ്, ഇതാണ് എംലാറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ എംലാറ്റ് ഇൻവോക്ക് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതുവരെ അദാനിയുടെ കാര്യത്തിൽ എംലാറ്റ് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അടുത്ത ചോദ്യമാണ്, വാട്ട് ഇസ് ദിസ് ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട്? ഇത് അമേരിക്കയുടെ നിയമമാണ്, FCPA. ഇതും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ, എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് അമേരിക്കൻ നിയമമാണ്. അവിടുത്തെ ഒരു കമ്പനിയോ ഇൻഡിവിജ്വലോ എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടി പൈസ കൊടുക്കോ ബ്രൈബറിയോ കൈക്കൂലിയോ കൊടുക്കാൻ പാടില്ല. അത് പ്രൊഹിബിറ്റഡ് ആണ്. അതാണ് ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ്. അങ്ങനത്തെ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും, അദാനി ഇന്ത്യയിലല്ലേ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നത്? ഇവിടുത്തെ എനർജി ഡീൽ, സോളാർ ഡീലൊക്കെ കിട്ടാൻ വേണ്ടി. സോ അമേരിക്ക എന്തിനാണ് ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു ചെറിയ പവർ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്ത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ മിസ്മാച്ച് വരത്തില്ല. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, ഇപ്പോൾ ഓൾറെഡി FCPA US-ലുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ US-ലുള്ള ഒരു കാര്യത്തിന് അപ്പോൾ ഒരു പവർ ഡ്രോപ്പ് ഇനിയും വരാട്ടോ. ഞാൻ അതുകൊണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. കറണ്ട് വന്നും പോയി നിൽക്കുന്നതുകൊണ്ടുള്ള ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. സോ FCPA അമേരിക്കയിലാണ് നടക്കുന്നത്. പിന്നെ അദാനിക്ക് എന്താണ് പ്രശ്നം? അവിടെ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയിൽ നടന്ന കാര്യത്തിന് അമേരിക്ക കേസ് എടുക്കുന്നത്, അദാനി US-ലും ലിസ്റ്റഡ് ആണ്. അതേപോലെ അവിടുത്തെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അദാനിയുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരോടെല്ലാം അമേരിക്കയിലുള്ള US ഇൻവെസ്റ്റേഴ്സിന്റെ പ്രൊട്ടക്ഷൻ അമേരിക്കയ്ക്ക് നോക്കിയേ പറ്റുള്ളൂ. ആൻഡ് അവരോടെല്ലാം പലപ്പോഴും അദാനി ഒരുപാട് കാര്യങ്ങളിൽ കള്ളം പറഞ്ഞു അല്ലെങ്കിൽ ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്തു എന്നുള്ളതും കേസുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് US ഇതിനകത്ത് ഇടപെടുന്നത്. ഇന്ത്യയിലാണ് നടന്നത് കാര്യമില്ല. US ഇൻവെസ്റ്റേഴ്സിനെയും എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്നതുകൊണ്ടാണ് അവിടെ കോൺസ്പിറസിയും സെക്യൂരിറ്റീസ് ഫ്രോഡും ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ US അതുകൊണ്ടാണ് FCPA, ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ്, അമേരിക്കൻ നിയമമാണ്, ആർക്കും കൈക്കൂലി കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ വാർത്ത ഇവിടെ പ്രസക്തമാവുന്നത്. ഓക്കെ, സോ അതാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഈസ്റ്റേൺ ബോർഡറിൽ ഇതാണ് ഇന്നലെ മറ്റേ ഖാലിസ്ഥാനി ആൾക്കാർ ഈ ഇവന്റ് നടക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞത്. അമിത്ഷാന് ഒരു ഇവന്റ് നടക്കാൻ പോവാണല്ലോ, അതായത് ഓൾറെഡി സെക്യൂരിറ്റി ചലഞ്ച് ഫ്രം ഈസ്റ്റേൺ ബോർഡേഴ്സ് വിത്ത് ബാംഗ്ലാദേശ് ആൻഡ് മിയാൻമാർ. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കോൺഫറൻസ് ആയിരുന്നു, IB നടത്തിയ പ്രോഗ്രാം ആയിരുന്നു ഒഡീസയിൽ നടന്നത്. പ്രൈം മിനിസ്റ്റർ മോഡി വിൽ അറ്റൻഡ്. അപ്പോൾ ഈ സെക്യൂരിറ്റിയാണ് നമ്മുടെ ഈസ്റ്റേൺ ഏരിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, മണിപ്പൂർ ഫോമർ ചീഫ് ജസ്റ്റിസ് ആണ്. പ്രസിഡന്റ്സ് റൂൾ ഇസ് ഇൻക്രീസിംഗ് ഇൻ ഇംഫാൽ, സേസ് മണിപ്പൂർ ഹൈക്കോർട്ട്സ് ഫോർമർ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിന്റെ പേര് ഫോമർ ചീഫ് ജസ്റ്റിസ് സിദ്ധാർത്ഥ് മൃദുൽ എന്നാണ്. അപ്പോൾ സിദ്ധാർത്ഥ് മൃദുലിന്റെ വാദം എന്ന് പറഞ്ഞാൽ, ഓൾറെഡി നമുക്കറിയാം ഇംഫാൽ മണിപ്പൂരിൽ ഓൾറെഡി ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇറ്റ്സ് വേ ബിയോണ്ട് ദാറ്റ്. അത്രയ്ക്കധികം പ്രശ്നങ്ങൾ മണിപ്പൂർ നടക്കുന്നുണ്ട്. അതായത് മണിപ്പൂരിലത്തെ ഇഷ്യൂ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഡെഫിനറ്റ്ലി അവിടുത്തെ ഇഷ്യൂ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൺട്രോൾ ചെയ്യുന്നതിനെക്കാട്ട് അപ്പുറത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഇന്റേണൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ്. സോ പുറത്തുനിന്നും ചൈനയിൽ നിന്നൊക്കെ സപ്പോർട്ട് ഉണ്ട് അവർക്ക്. ഇന്റേണൽ മിലിറ്റൻസ് ഒക്കെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഓൾറെഡി CRPF ഒക്കെ അവിടെ ഡിപ്ലോയിഡ് ആണ്. സോ കോൺസ്റ്റിറ്റ്യൂഷനലി മണിപ്പൂരിൽ ഓൾറെഡി ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. ഈ ഇഷ്യൂ ഇസ് ഗോയിങ്, ഇറ്റ്സ് സ്പിന്നിങ് ഔട്ട് ഓഫ് ഹാൻഡ്, ഇറ്റ്സ് സ്പിന്നിങ് ഔട്ട് ഓഫ് കൺട്രോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇഷ്യൂനെ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന് സ്വന്തം സ്റ്റേറ്റിന്റെ കാര്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, കാരണം അവരെ കൊണ്ടത് പറ്റുന്നില്ല എങ്കിൽ പ്രസിഡന്റ്സ് റൂള് കൊടുക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. സോ ദാറ്റ് ബ്രിങ്സ് അസ് ടു എ ലാർജർ ക്വസ്റ്റ്യൻ. എന്താണ് പ്രസിഡന്റ്സ് റൂൾ എന്നുള്ളതും കൂടെ നമുക്ക് ഇവിടെ മനസ്സിലാക്കണം. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഡെഫിനറ്റ്ലി യു ഷുഡ് ഗോ ബാക്ക് ആൻഡ് ലേൺ. പേപ്പറിൽ ഇപ്പോൾ പേപ്പറിൽ പറയുന്ന വാർത്തകളുണ്ട്. ഇതിനകത്ത് പ്രസിഡന്റ്സ് റൂൾ കൊടുക്കണം എന്നാണ് ഇപ്പോൾ പേപ്പറിനകത്ത് പറയുന്നത്. സോ യു ഷുഡ് ബി നോയിങ് വാട്ട് ഈസ് ആർട്ടിക്കിൾ 356. എക്സ്ട്രാ ഇൻഫർമേഷൻ, ആർട്ടിക്കിൾ 356 എന്താണ്, പ്രസിഡന്റ്സ് റൂൾ അല്ലെങ്കിൽ എമർജൻസി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. എന്തെങ്കിലും കാരണവശാൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് ലോ ആൻഡ് ഓർഡർ ഉണ്ടാവുകയോ അവിടുത്തെ ഗവൺമെന്റ് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗവർണറാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഗവർണർ ക്യാൻ റിപ്പോർട്ട്.
ഗവർണർ ക്യാൻ ആക്ച്വലി ആഡ് ഇൻ. സോ ഇത് ഇങ്ങനെ ഒരു പ്രസിഡൻസ് റൂളൊക്കെ വരണം. 356 അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പോയി കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം, ഇത് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കാം. 2 ഹൗസിന്റെ അപ്രൂവലൊക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആൻഡ് അതേപോലെ 6 മാസത്തിലേക്കാണ് ആദ്യം വരിക, പിന്നീട് 3 വർഷം വരെ 6 മാസം വെച്ചിട്ട് ഇത് റിന്യൂ ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ മണിപ്പൂർ ഒരു പ്രസിഡൻസ് റൂളിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നാണ് പഴയ ചീഫ് ജസ്റ്റിസ് പറയുന്നത്. അപ്പോൾ അതാണ്. ഇനി അടുത്തൊരു കാര്യം കൂടെ ചോദിക്കാം. പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മണിപ്പൂരിൽ പറയുന്നുണ്ട് നോർമൽ ആയിട്ടുള്ള ലൈഫില്ല, അവിടെ ഇന്റർനെറ്റ് ഇല്ല, കോടതി പോലും എവിടെ, ഒരു ജുഡീഷ്യൽ സിസ്റ്റം ആണെങ്കിൽ പോലും എവിടെയൊക്കെയോ ഏതൊക്കെയോ ബിൽഡിങ്ങിലൊക്കെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. കാരണം ത്രെറ്റ് ഉണ്ട്, ഏത് സമയം അറ്റാക്ക് നടക്കാന്നുള്ളതുകൊണ്ട് അവിടെ അത്രയും ഒന്നും സെക്യൂർഡ് അല്ല. ഈവൻ FMR എന്ന് പറയുന്നുണ്ട്, ഫ്രീ മൂവ്മെന്റ് റെജൈൻ. നമുക്ക് മ്യാൻമാർ ആയിട്ട് FMR ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഫ്രീ മൂവ്മെന്റ് റെജൈൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഡെഫിനറ്റ്ലി മണിപ്പൂരിന്റെ ബോർഡർ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാം, സിവിൽ സർവീസിന്, പ്രിലിംസിന് ചോദിക്കാം. അറിയാമോ മണിപ്പൂരിന്റെ ബോർഡറിംഗ് സ്റ്റേറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ സ്റ്റേറ്റിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മണിപ്പൂരിന്റെ ബോർഡർ എന്ന് ചോദിച്ചാൽ ഐ ക്യാൻ ടെൽ യു. ഒന്ന് മ്യാൻമാർ, ഐ ക്യാൻ ആസ്ക് മ്യാൻമാർ, മേഘാലയ, ത്രിപുര, അസാം എന്നൊരു ഓപ്ഷൻ തന്നിട്ട് 1, 2, 3, 4 വെച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സോ പ്ലീസ് റിമെമ്പർ, മണിപ്പൂരിന്റെ ബോർഡർ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പല സ്റ്റേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആകുമ്പോൾ നമുക്ക് അതിന്റെ ബോർഡറിംഗ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മണിപ്പൂരിന്റെ പ്രധാനപ്പെട്ട ബോർഡർ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് മ്യാൻമാർ തന്നെയാണ്, ഇന്റർനാഷണൽ ബോർഡർ ആണ്. ഇറ്റ് ഹസ് ഗോട്ട് മ്യാൻമാർ. ഇപ്പോഴത്തെ സൈഡിൽ യു ക്യാൻ സീ ദർ ഇസ് നാഗാലാൻഡ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ഇസ് നാഗാലാൻഡ്. ആൻഡ് ഇപ്പോഴത്തെ സൈഡിൽ യു ഹാവ് മിസോറാം. സോ മ്യാൻമാർ, നാഗാലാൻഡ്, മിസോറാം ആൻഡ് അസാം മണിപ്പൂരിന്റെ ബോർഡർ ആണ്. പരീക്ഷയ്ക്കെങ്കിലും ഇനിയെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് ഓർത്തിരിക്കുക. നാഗാലാൻഡ്, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം, മ്യാൻമാർ, അസാം, ഇതാണ് ഇതിന്റെ ബോർഡർ എന്ന് പറയുന്നത്. സോ അത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഓർത്തിരിക്കണം. സോ അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇസ്കോൺ വെൽക്കംസ് നോ ബാൻ റിമോട്ട്. ആ ഇസ്കോൺ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഫേമസ് ഇതാണ്, കൃഷ്ണന്റെ വേണ്ടി വലിയൊരു ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ. തുടങ്ങിയ ആളുടെ പേര് സ്വാമി ഭക്തി വേദാന്ത പ്രഭു എന്ന പേര്, അങ്ങനെ എന്തോ ആണ് ആളുടെ പേര്, തുടങ്ങിയ ആളുടെ പേര്, അത് ഓർത്ത് വയ്ക്കുക. പിന്നെ അത് ബംഗ്ലാദേശിൽ ബാൻ ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു സമാധാനം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ് ഓൺ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പെൻഡിങ് ഫോർ സുപ്രീം കോർട്ട് ഫോർ 4 years. ഇനി ഇത് വളരെയധികം ചർച്ചയാണ്. കണ്ടോ, ഓഗസ്റ്റ് 15 1947 ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആ ഇത് വേണം. അപ്പൊ ഇത് ഭയങ്കര ചർച്ച നടക്കുക, സുപ്രീം കോടതി തന്നെ പെൻഡിങ് ആണ്, ഇതിന് എന്തായാലും തീരുമാനം എടുക്കാതെ പറ്റത്തില്ല. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് ഓൾറെഡി ഇത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണമെന്നാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് സുപ്രീം കോടതിയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ശരിയായിട്ടുള്ള കാര്യം. ഇത് തന്നെ കീപ്പ് ചെയ്ത് പോകണം. അന്ന് എങ്ങനെയാണോ അത് എങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോകണം. പക്ഷെ മറ്റ് പെറ്റീഷൻ പറയുന്നത് ഹിന്ദു, ജൈൻ, ബുദ്ധിസ്റ്റ്, സിഖുകാരുടെ ഈ ഇൻവേഷൻ നടന്നതിന് ശേഷം അവരുടെ എല്ലാം മോണുമെന്റ്സ് എല്ലാം, അതിപ്പോ ഇന്ത്യൻ ചരിത്രമല്ലേ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ഇതാണ് ചോദിക്കുന്നത്. അപ്പോ എന്തായാലും നമുക്കറിയാം 1206 തൊട്ട് ഡൽഹി സുൽത്താനേറ്റ് ഇവിടെ ഉണ്ട്, 1206 തൊട്ട് ഡൽഹി സുൽത്താനേറ്റ് ഉണ്ട്. ഏകദേശം മുഗൾ പീരീഡ് കഴിഞ്ഞിട്ടും ഇങ്ങനെ തന്നെയാണ്, മുസ്ലിം ഇസ്ലാമിക് റൂളേഴ്സ് ആണ് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഡെഫിനറ്റ്ലി അതെങ്ങനെയാണ് ഇതിന്റെ വിധി എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. സോ വി ഷുഡ് ബി റെഡി ഫോർ ദാറ്റ്. പിന്നെ ഇതെല്ലാം പൊളിറ്റിക്കൽ വാർത്തകളാണ്. ഞാൻ അതിലേക്ക് വലിയ പൊളിറ്റിക്സും കോൺഗ്രസ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. പിന്നെ പ്രധാനപ്പെട്ട അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ദാറ്റ് വി ഷുഡ് നോട്ട്. റെയിൽവേ ടു റൺ ഓവർ 1300 ട്രെയിൻസ് ഫോർ മഹാകുംഭമേള. മഹാകുംഭമേളയ്ക്ക് വേണ്ടി. അപ്പോൾ അടുത്ത് നിങ്ങൾക്കറിയാം മഹാകുംഭമേള എന്ന് പറയുന്നത് ഇപ്രാവശ്യം പ്രയാഗ്രാജിൽ വെച്ചാണ് നടക്കുന്നത്, അലഹബാദിലാണ്, പ്രയാഗ്രാജിൽ വെച്ചാണ് നടക്കുന്നത്. സോ ഈ മഹാകുംഭമേള എന്ന് പറയുമ്പോൾ, കുംഭമേള അല്ല, മഹാകുംഭമേള എന്ന് പറയുമ്പോൾ 12 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ജനുവരി 25 നടക്കാൻ പോകുന്നത്. 12 വർഷം കൂടുമ്പോഴാണ് കുംഭമേള, മഹാകുംഭമേള നടക്കുന്നത്. സോ 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇതിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഓർത്തിരിക്കണം. ഒന്ന് പ്രയാഗ്രാജ് നദി. ഇത് വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ വാർത്ത. അവിടേക്ക് ട്രെയിൻ വിടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് നടക്കുന്ന 4 സ്ഥലങ്ങൾ. പ്രയാഗ്രാജിൽ നടക്കാം. പ്രയാഗ്രാജിൽ നടക്കുകയാണെങ്കിൽ 3 നദികളാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഒന്ന് ഗംഗ, ഒന്ന് യമുന, ഒന്ന് മിത്തിക്കൽ റിവറായ സരസ്വതി. മിത്തിക്കലാണ്. ഇപ്പോൾ ഉണ്ടോ സരസ്വതി? ഉണ്ടായിരുന്നു. അപ്പോൾ ഗംഗ, യമുന, സരസ്വതിയുടെ ഇതിലാണ് പ്രയാഗ് പറയുന്നത്. പ്രയാഗ്രാജ് അലഹബാദിന്റെ പേരാണ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ടത് ഹരിദ്വാർ ആണ്. ഹരിദ്വാറിൽ നടക്കും മഹാകുംഭമേള. ഹരിദ്വാറിൽ ഗംഗാ നദിയുടെ തീരത്താണ്. പിന്നെ നടക്കുന്നത് നാഷിക്കിലാണ്. നാസിക്കിൽ നടക്കാറുണ്ട്. അവിടെ ഗോദാവരി നദിയുടെ തീരത്താണ് ഇത് വരുന്നത്. ഗോദാവരിയുടെ എവിടെയാണ് വരുന്നത്. പിന്നെ ഉജ്ജയിനിൽ നടക്കാറുണ്ട്. ഉജ്ജയിൻ
ഉജ്ജയിനിലും നടക്കാം. ഉജ്ജയിനിൽ വരും. അവിടെ ഷിപ്ര റിവർ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദീസ് ആർ എക്സ്ട്രാ ഇൻഫർമേഷൻ. ഷിപ്ര റിവർ. സോ റിമെമ്പർ ഗംഗ യമുന, ഈ പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാഷിക്, ഉജ്ജയിൻ മഹാകുംഭമേള ഏറ്റവും കൂടുതൽ ആൾക്കാർ പീസ്ഫുൾ ഗ്യാദർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നദികളായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ പുതിയ ട്രെയിൻ മാത്രമല്ല, ഈ മഹാകുംഭമേളയൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ സിവിൽ സർവീസ് ഓഫീസേഴ്സിൻ്റെ ടെൻഷൻ ആലോചിച്ച് നോക്കുക. IAS IPS ഓഫീസേഴ്സിൻ്റെ അവിടുത്തെ സ്റ്റേറ്റ് മെഷീനറിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. എന്തോരം കാര്യങ്ങൾ ഇത് സെറ്റ് ചെയ്തെടുക്കാനുണ്ടെന്നില്ല. ഇത്രയും ആൾക്കാരെ 40 കൊണ്ടോ എസ്റ്റിമേറ്റഡ് 40 crore പിൽഗ്രിംസ് ആണ്. 40 കോടി ജനമാണ്. ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണെന്ന് നോക്കാലും 40 കോടി ജനമാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് ഭയങ്കര വലിയ സംഭവമാണ്. ഓക്കെ, സോ അതും ഓർത്തിരിക്കുക. പിന്നെ ഇന്ത്യ UK ഒരു പുതിയ നേവൽ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം ഫോർ നേവി ഒരു പുതിയ എഗ്രിമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്ത്യൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇലക്ട്രിക് പ്രൊപ്പൽഷൻ കേപ്പബിലിറ്റി ഓഫ് പാർട്ട് ഓഫ് ഇൻഡിജിനസ് ഡെവലപ്മെന്റ് ഓഫ് നിഷ് ടെക്നോളജി. സോ ഓൾറെഡി നേവിക്ക് വേണ്ടിയുള്ള ഒരു ഇന്ത്യയും UK തമ്മിൽ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ നേവൽ പ്രൊഡക്ഷന് വേണ്ടി UK നമ്മൾ ഇന്ത്യയെ സഹായിക്കുന്നതായിരിക്കും ഇനി മുതൽ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ടത്, ഇത്ര 11 പേര് മഹാരാഷ്ട്രയിൽ ബസ് മറിഞ്ഞ് ഇങ്ങനെ ഒരു ബസ് ഓവർടേൺ നടന്നൊരു സംഭവം മരണം പറയുന്നുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് ആവശ്യമുള്ള 500 കിലോ മെത്ത് അറേബ്യൻ സീയിൽ നിന്ന് പിടിച്ചെടുത്തു. ഇതൊക്കെ ചെറിയ വാർത്തകളാണ്. നമുക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ വളരെ വേണ്ടപ്പെട്ട നമ്പേഴ്സ് ഒന്നുമല്ല. ഇത് കണ്ടോ, ഇതൊരു എക്കണോമിക് ഡിബേറ്റും കൂടാണ്. GDP നമ്പേഴ്സ് ഷോ റിയാലിറ്റി ഡിഫറെന്റ് ഫ്രം ഹൈപ്പ് ക്രിയേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ. ഇത് ഒപ്പോസിഷൻ പാർട്ടി പറയുന്നതാണ്. പ്രധാനമന്ത്രി പറഞ്ഞ് ഇന്ത്യയുടെ GDP ഗ്രോ ചെയ്യുന്നുണ്ട്. RBI ഒക്കെ 7.5% മുകളിലൊക്കെ 7.4% മുകളിൽ ഇന്ത്യയുടെ GDP ഗ്രോ എന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം റിപ്പോർട്ട് വന്നപ്പോൾ വെറും 5.4% GDP ആയിട്ട് കുറഞ്ഞു പോയല്ലോ. അപ്പോൾ പറയുന്നത് ഈ വാല്യൂ ശരിക്കും 7.5% ഗ്രോ ചെയ്യുന്നൊക്കെ ഉള്ളത് ശരിക്കും ഉള്ളതാണോ എന്ന് ഗവൺമെന്റ് ഓപ്പോസിഷൻ പാർട്ടി ചോദ്യം ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് RBI പറയുന്നതാണ് 7.4% ഗ്രോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, സീഡ് സയന്റിസ്റ്റ് ഇൻഡസ്ട്രി ഡിമാൻഡ് പാസേജ് ഓഫ് ന്യൂ സീഡ് ബില്ല് വേണമെന്നാണ് പറയുന്നത്. ഇവിടെ പുതിയൊരു സീഡ് ബില്ല് കൊണ്ടുവരേണ്ട സമയമായി. കാരണം ഇന്ത്യയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു നാഷണൽ സയൻസ് സീഡ് കോൺഗ്രസ് നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ വളരെ ലോ ക്വാളിറ്റി സീഡുകൾ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് ഹൈ ക്വാളിറ്റി സീഡ് ഉണ്ടെങ്കിലേ നമുക്ക് കാര്യമുള്ളൂ. നല്ല വിത്ത് ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പോൾ ഇതിൽ കുറേ നിയമങ്ങളെല്ലാം മാറ്റണം എന്നാണ് പറയുന്നത്. ഈ സീഡായിട്ട് ബന്ധപ്പെട്ട കുറേ നിയമങ്ങളുണ്ട്. ഇതൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓൾറെഡി സീഡ് ബില്ല് എന്നൊരു സംഭവമുണ്ട്. ഇതിപ്പോഴും പെൻഡിങ് ആണ്. സീഡ് ബില്ല് 2024 സീഡ് ബില്ല് ഇപ്പോഴും പെൻഡിങ് ആണ്. ഇത് തീരുമാനമായിട്ടില്ല. സീഡ് ബില്ല് പെൻഡിങ് ആയിട്ടില്ല. അതേപോലെ സീഡ് പോളിസി ഉണ്ട്. 2002 സീഡ് പോളിസി എന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ട്. സീഡ് പോളിസി 2002. ഇത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്. 22 വർഷം കഴിഞ്ഞിട്ടും ഇതിനകത്ത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്. പിന്നെ സീഡ്സ് ആക്ട് ഉണ്ട്. അത് വേറെ. സീഡ്സ് ആക്ട് എന്ന് പറയുന്നത് 1966 1966 സീഡ് ആക്ട്. അപ്പോൾ എത്ര വർഷം പഴക്കമുണ്ടെന്ന് ആലോചിച്ചു. പിന്നെ സീഡ് റൂൾസ് ഉണ്ട്. സീഡ് ബില്ല്, സീഡ് പോളിസി, സീഡ് ആക്ട്, അടുത്ത സീഡ് റൂള്. സീഡ് റൂൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1968 അപ്പോൾ ഇതൊക്കെ അത്രയും ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പോൾ പുതിയ സീഡ്സ് വേണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഇത് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സോ പുതിയ ക്വാളിറ്റി സീഡ്സ് വേണം. അതേപോലെ ക്വാളിറ്റി സീഡ്സിനെ ഗവേൺ ചെയ്യുന്ന ക്വാളിറ്റി നിയമങ്ങളും വേണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റി നിയമങ്ങളും ഇവിടെ വരണം എന്നുള്ള രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതാണ് ഇതിലെ പ്രധാനപ്പെട്ട വാർത്ത. ഞാൻ ഒരു വാർത്ത ഇതിനകത്ത് മിസ് ചെയ്തതുപോലെ എനിക്ക് തോന്നി. കാരണം ഇതിന് പ്രധാനപ്പെട്ട ഈ വാർത്തയാണ്. പ്ലാസ്റ്റിക് ട്രീറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. ഫസ്റ്റ് പേജിൻ്റെ ബാക്കിയിൽ ഞാൻ ആ പേപ്പർ നോക്കിയപ്പോഴാണ് ഇപ്പോൾ ശ്രദ്ധിച്ചത്. അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഓൾറെഡി നമ്മൾ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞാലും അതിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഇവിടെ പറയാൻ വിട്ടുപോയത്. ഓൾറെഡി ഹസാഡസ് കെമിക്കൽസ് പ്ലാസ്റ്റിക് കൺട്രോൾ നടത്തിയില്ലെങ്കിൽ ഓൾറെഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹസാഡസ് കെമിക്കൽ എന്ന് പറയുന്ന സംഭവം, ഹസാഡ് കെമിക്കൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈ ഹസാഡസ് കെമിക്കൽസിനെതിരെയുള്ള ഒരു സിസ്റ്റം നമ്മൾ ഓൾറെഡി കുറേ നിയമങ്ങൾ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓൾറെഡി കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ചില ട്രീറ്റുകൾ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ റോട്ടർഡാം കൺവെൻഷനോ അല്ലെങ്കിൽ റോട്ടർഡാം തിയറി എന്നൊക്കെ പറയുന്ന ട്രീറ്റി, റോട്ടർഡാം എന്ന് പറയുന്ന ഓൾറെഡി ഉണ്ട്. ഇത് ഓൾറെഡി ഹസാഡസ് പെസ്റ്റിസൈഡ്സിന് വേണ്ടിയുള്ള ഒരു പെസ്റ്റിസൈഡ്സിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു കൺവെൻഷനാണ് റോട്ടർഡാം എന്ന് പറയുന്ന സംഭവമുണ്ട്. പിന്നെ അതേപോലെ ബേസൽ, ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ്ങിൽ. ഇത് പെസ്റ്റിസൈഡ്സ് ആണ് കൂടുതലും. റോട്ടർഡാം കൂടുതലും പെസ്റ്റിസൈഡ്സ് റിലേറ്റഡ് ആണ്. അതേപോലെ ബേസൽ ഉണ്ട്.
ബേസിക് കൺവെൻഷൻ ഉണ്ട്. അത് ഹസാഡസ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഇതെല്ലാം ഹസാഡസ് കാറ്റഗറിയിലാണ്. ഇത് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ബേസിൽ. റോട്ടർഡാം പെസ്റ്റിസൈഡ്സ് ആണ്. അതേപോലെ സ്റ്റോക്ക്ഹോമും ഉണ്ട്. സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന ഇതും ഉണ്ട്, കൺവെൻഷനും ഉണ്ട്. അത് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ആണ്. ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്നുള്ളതാണ് ഇത്. പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്നാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളും പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാം. ഓൾറെഡി ഉള്ള ട്രീറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡ്രാഫ്റ്റ് ഓവറിൽ കീ ഇഷ്യൂസ് ഓൾറെഡി പറയുന്ന ഇതാണ്. റോട്ടർഡാം ഉണ്ട്, ബേസിൽ ഉണ്ട്. റോട്ടർഡാം പെസ്റ്റിസൈഡ്സ്, ബേസിൽ ഹസാഡസ് വേസ്റ്റ്, സ്റ്റോക്ക്ഹോം പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്. പിന്നെ പറയുന്നതാണ് ഇത് ഈ പ്ലാസ്റ്റിക്കിന്റെ ഇഷ്യൂ. ഇത് മാത്രമൊന്നുമല്ല, കടലിൽ പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നം ഭയങ്കര. സീക്ക് പ്ലാസ്റ്റിക് വെയിറ്റ് എന്ന് പറയുന്നത് ഫിഷ് വെയിറ്റിനെക്കാട്ടും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൈക്രോ പ്ലാസ്റ്റിക്കും വളരെ വലിയ ചലഞ്ച് ആണെന്ന് പറയുന്നുണ്ട്, മൈക്രോ പ്ലാസ്റ്റിക്. അപ്പോൾ ഇത് ഞാൻ അവിടെ പറയാൻ വിട്ടുപോയ 3 കാര്യങ്ങളാണ്. ഇവിടെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അത് ഷെയർ ചെയ്തതേ ഉള്ളൂ. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഞാനത് എടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട ബിസിനസ് പേജും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചെക്ക് ചെയ്യേണ്ടത്. ബിസിനസ് പേജ് ഇതിനകത്ത് നോക്കുമ്പോൾ മെയിനായിട്ട് GST സ്പെറിംഗ്, ഫ്രഷ് ടാക്സ് ടെററിസം. പഴയ ചീഫ് എക്കണോമിക് അഡ്വൈസറാണ് അരവിന്ദ് സുബ്രഹ്മണ്യം പറയുന്നത് GST കൗൺസിൽ ഇപ്പോൾ ഒന്നും വേണ്ടത്ര രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ നമുക്കറിയണം വാട്ട് ഇസ് എ GST കൗൺസിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. GST കൗൺസിൽ നല്ലോണം പ്രവർത്തിക്കുന്നില്ല. ഇറ്റ്സ് റിസോർട്ട്സ് ടു ടാക്സ് ടെററിസം എന്നാണ് പറയുന്നത്. കാരണം ഓൾറെഡി മനസ്സിലാക്കുക, ഇതൊരു ഗവൺമെന്റ് ഒരു ബാസ്ക്കറ്റ് ആണെന്ന് വിചാരിക്കാം. ഇതിനകത്താണ് നമുക്ക് ടാക്സ് ഒക്കെ വന്ന് വീഴുന്നത്, നമ്മുടെ GST ടാക്സ് ഒക്കെ വന്ന് വീഴുന്നെന്ന് വിചാരിക്കാം. ഈ ബാസ്ക്കറ്റ് സത്യം പറഞ്ഞാൽ നമ്മൾ നല്ലോണം ടാക്സ് കളക്ട് ചെയ്യുന്നതിന് പകരം ഇപ്പൊ ഗവൺമെന്റ് പല ഡിസ്കൗണ്ടും കാര്യങ്ങളും കൊടുക്കുകയാണ്. ഒരുപാട് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പല സെക്ഷനിൽ ഡിസ്കൗണ്ട് കൊടുക്കും. പല ആൾക്കാർക്ക് എക്സെപ്ഷൻസ് കൊടുക്കുകയാണ്. എക്സെംഷൻ, ഇവർ അടയ്ക്കേണ്ട, ടാക്സ് ഇല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേണ്ടത്ര കളക്ഷൻ ഇവിടെ ഇല്ല. പിന്നെ സ്റ്റേറ്റ്സിന്റെ ഷെയർ, അവരുടെ ഡിമാൻഡ്, അവർക്ക് കൂടുതൽ വേണം. സോ അവരുടെ ഡിമാൻഡ് എന്നൊക്കെ പറയുന്നത് ഒരുതരം ടെററിസം ആണെന്നാണ് പറയുന്നത്. ഡിമാൻഡ് മൊത്തത്തിൽ GST കൗൺസിൽ എന്തിനു വേണ്ടിയാണോ ഉണ്ടാക്കിയത് ആ രീതിയിലല്ല ഇപ്പൊ GST കൗൺസിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണിത്. സോ യു ഷുഡ് ബി ക്ലിയർ അബൌട്ട് എന്താണ് GST കൗൺസിൽ, എന്താണ് 101ാമത്തെ അമെന്റ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. GST കൗൺസിലിന്റെ എന്താണ് ഫിനാൻസ് മിനിസ്റ്റേഴ്സും മറ്റ് ആരൊക്കെയാണ് GST കൗൺസിലിൽ പങ്കെടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ക്ലാരിറ്റിയോടെ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. സോ മൂവിങ് ഓൺ. പിന്നെ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത് തന്നെയാണ്. ഇപ്പൊ ഇനി പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് വെക്കണം. കോർ സെക്ടർ ഔട്ട്പുട്ട് 3%, ബെസ്റ്റ് പെർഫോമൻസ് ഇൻ 3 months. ഇതിനകത്ത് പറയേണ്ടത് ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ്. എന്താണ് ICI? ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ്, കോർ ഔട്ട്പുട്ട്. അപ്പൊ ഏതാണ് 8 കോർ ഔട്ട്പുട്ട് എന്ന് വിളിക്കുന്നത്? അതാണല്ലോ ഇതിനകത്ത് പ്രധാനപ്പെട്ടത്. 8 സെക്ടേഴ്സ്. 8 സെക്ടർ ഏതൊക്കെയാണെന്നാണ് ഇവിടെ ചോദ്യം. 8 സെക്ടേഴ്സ് ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട 8 സെക്ടർ ഏതൊക്കെയാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇത് പല പ്രാവശ്യം നമുക്ക് ഓർമ്മ വേണം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഓർത്ത് വെക്കേണ്ടത് 1 കോൾ, 4 എണ്ണം ഓർത്ത് വെച്ചാൽ മതി. 1 കോൾ, 1 ക്രൂഡ് ഓയിൽ, 3 നാച്ചുറൽ ഗ്യാസ്, പിന്നെ അടുത്തത് റിഫൈനറി പ്രൊഡക്ട്സ് 4, പിന്നെ അതേപോലെ ഫെർട്ടിലൈസർ, അതേപോലെ സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി. 4, 4, 8. ഇതാണ് നമ്മുടെ ICI. ഇതൊരു മന്ത്ലി ഇൻഡെക്സ് ആണ്. ICI എന്ന് പറയുമ്പോൾ ഒരു മന്ത്ലി ഇൻഡെക്സ് ആണ് നമുക്ക് ഇത് പുറത്തു വിടുന്നത്. ഇത് വെച്ചിട്ടാണ് നമുക്ക് കോർ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് കൂടി അത് കൂടി എന്നുള്ളത് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സിമെന്റ് കൂടി, പെട്രോൾ കൂടി, അത് നമ്മൾ കാര്യമാക്കണം. അതിങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വേൾഡ് ന്യൂസിൽ നമ്മൾ കാണേണ്ടതാണ്, റഷ്യ ഫയർസ് 100 ഡ്രോൺസ് അറ്റ് യുക്രൈൻ. ഇതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. 100 ഡ്രോണാണ് വിട്ടിരിക്കുന്നത്. ഇറാൻ ടു എൻറിച്ച് യുറാനിയം വിത്ത് അഡ്വാൻസ് സെൻട്രിഫ്യൂഗ് സേസ് IAEA. ഓൾറെഡി ഇന്റർനാഷണൽ എനർജി ഏജൻസി ഉണ്ടല്ലോ, ഇന്ത്യൻ അറ്റോമിക് എനർജി ഏജൻസി. ഈ IAEA ഓൾറെഡി യുണൈറ്റഡ് നേഷൻസിന്റെ ന്യൂക്ലിയർ വാച്ച് ഡോഗ് ആണ്. അപ്പൊ എന്താണ് ഈ IAEA എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കറിയണം. അതുമാത്രമല്ല, അവരുടെ കയ്യിൽ അഡ്വാൻസ് സെൻട്രിഫ്യൂഗ് ഉണ്ട്. ഇപ്പൊ ഈ ഫിഷനും പ്ലൂട്ടോണിയം വെച്ചിട്ട് ഈ സംഭവം ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ന്യൂക്ലിയർ റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ അഡ്വാൻസ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്നത് ഒരു നെഗറ്റീവായിട്ടാണ് IAEA കണ്ടിരുന്നത്. കാരണം IAEA ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷൻ വരും, നമ്മൾ ന്യൂക്ലിയർ പവർ മര്യാദയ്ക്ക് ഉണ്ടാക്കുന്നുണ്ടോന്ന് അറിയാൻ. പഴയ രീതിയിൽ ഇവർ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഇത് കണ്ടുപിടിക്കാം. പക്ഷേ അഡ്വാൻസ് സെൻട്രിഫ്യൂജ് ഇറാന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ന്യൂക്ലിയർ കപ്പാസിറ്റി ഭയങ്കര സ്പീഡിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ IAEA ഇൻസ്പെക്ഷൻ വരുന്നതിന് മുന്നേ ഈ പ്രൊഡക്ഷനൊക്കെ നടക്കും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാമെന്നാണ്, എൻറിച്ച്മെന്റ് അഡ്വാൻസ് ചെയ്യാം എന്നാണ് IAEA പറയുന്നത്. ഹെസ്ബുള്ള പറയുന്നുണ്ട് ഇസ്രായേൽ അവിടെ ലെബനനിൽ യുദ്ധം നിർത്തിയതിനു ശേഷം അത് ഞങ്ങളുടെ വിജയമാണ്. ഇസ്രായേൽ സീസ് ഫയർ വിളിച്ചിട്ടുണ്ട്. ലെബനനായിട്ടുള്ള ഫൈറ്റിൽ സീസ് ഫയർ വിളിച്ചുകൊണ്ട് ഇനി യുദ്ധമില്ല,
തൽക്കാലത്തേക്ക് 2 മാസം കൊണ്ട് 60 ദിവസം കൊണ്ട് എല്ലാ സീസ് ഫയറും നടപ്പിലാക്കും. തായ്വാൻ ഡിറ്റക്ട്സ് 41 ചൈനീസ് മിലിറ്ററി ജെറ്റ്സ്. തായ്വാൻ ഇപ്പോൾ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇന്റർനാഷണൽ റിലേഷൻസ് ഇത്രയേ ഉള്ളൂ. അതായത് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ. ഇന്റർനാഷണൽ റിലേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ തായ്വാൻ ഒക്കെ പറയുമ്പോൾ ഒന്ന് തായ്വാൻ എവിടെയാണെന്നും കൂടെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഒന്ന് തായ്വാൻ ഉണ്ട്, ആൻഡ് ദിസ് സൈഡ് വി ഹാവ് തായ്വാൻ ആൻഡ് ദിസ് സൈഡ് വി ഹാവ് ചൈന. സോ ഇപ്പോഴത്തെ സൈഡിൽ വി ഹാവ് തായ്വാൻ ആൻഡ് ഇപ്പോഴത്തെ സൈഡിൽ വി ഹാവ് ചൈന. ഇപ്പോൾ ചൈനയും തായ്വാനും ഉണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ വി ഹാവ് USA. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ്. തായ്വാൻ ചൈനയുടെ ഭാഗമാണോ എന്നുള്ളൊരു ഡിബേറ്റിങ്ങിന് നടക്കുന്നത്, ഡിസ്പ്യൂട്ടാണ്. ശരിക്കും തായ്വാൻ ചൈനയുടെ താഴെ വരുന്നതാണോ, ഹോങ്കോങ് പോലെ ആണോ എന്നൊരു ചർച്ചയുണ്ട്. US എന്തായാലും ചൈനയെ ഇഷ്ടമല്ല. അപ്പോൾ US തായ്വാനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിലാണ് ഇന്റർനാഷണൽ റിലേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും ഓർത്തിരിക്കുക. തായ്വാന്റെ കാര്യങ്ങൾ എപ്പോഴും വാർത്തയിൽ വരുന്നുണ്ട്. തായ്വാൻ സ്ട്രേറ്റ് ക്രൈസിസ് എന്താണെന്നൊക്കെ നമുക്ക്. പിന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നം അത് ഇസ്കോണിന്റെ പ്രശ്നം തന്നെയാണ്. അവിടെ മൈനോറിറ്റി റൈറ്റ്സ് വേണമെന്ന് പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഫൈനലി ലോ മേക്കേഴ്സ്, ഇന്നലെ നമ്മൾ പഠിച്ചൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ബ്രിട്ടനിലൊരു പുതിയ നിയമം വരാൻ പോവുകയാണ്. ടെർമിനലി ഇല്ലായിട്ടുള്ള ആൾക്കാർക്ക് അസിസ്റ്റഡ് ഡൈയിങ് കൊടുക്കാൻ പോവുകയാണ്. വേണമെങ്കിൽ അവരെ അസിസ്റ്റഡ് ഡൈയിങ്, വളരെ ടെർമിനലി വയ്യാതിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കൊല്ലാം, വേണമെങ്കിൽ അവരെ യൂത്തിനെ മെർസി കില്ലിംഗ് പോലെ അവരെ മരിക്കാൻ നമുക്ക് അസിസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷേ ഒരുപാട് എത്തിക്കൽ കൺസേൺസ് ഉള്ള ഒരു ബില്ലും കൂടാണത്. മിസ്യൂസ് എന്ന് പറഞ്ഞാൽ അപാര മിസ്യൂസ് ആയിരിക്കും ഇത് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ലണ്ടനിലെ UK എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ കണ്ടിരിക്കണം. പിന്നെ സിറിയൻ ക്രൈസിസ് ഇനിയൊന്ന് അടുത്ത ദിവസം ഞാനിത് ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സോ അടുത്ത ദിവസം ഇന്നത്തെ വാർത്ത ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. 6:30 നിങ്ങൾക്ക് സ്ട്രീമിംഗ് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.